ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻസ് വെച്ച് അറ്റൻഡ് ചെയ്യുന്നു. ഐ ഷോ യു അനദർ വേ. വരുന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് വേറൊരു വഴി കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഏതായാലും ഓപ്ഷൻസ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഓരോന്നും ഈ സിറ്റുവേഷൻസ് അപ്ലൈ ചെയ്തിട്ട് റൈറ്റ് ആൻസർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ ഇതാണ് അദ്ദേഹത്തിന്റെ ഫോർച്യൂൺ എങ്കിൽ, ടോട്ടൽ എങ്കിൽ എ എന്ന് പറയുന്നത് 1,40,000 ആണ്. അതിന്റെ ഹാഫ് ആണ് അദ്ദേഹം വൈഫിന് കൊടുത്തത്. റൈറ്റ്, വൈഫിന് ഹാഫ് കൊടുക്കുന്നു. ബാക്കിയുള്ളതിന്റെ ബാലൻസ് എത്രയാന്ന് നമ്മൾ അറിയണം. ആ ബാലൻസിന്റെ 1/7 സണ്ണിന് കൊടുക്കുന്നു. റൈറ്റ്, അതിനുശേഷം എത്രയാണോ ബാലൻസ് ഉള്ളത് നോക്കണം. ആ ബാലൻസിന്റെ 2/3 അദ്ദേഹം കൊടുക്കുന്നത് ഡോട്ടർക്കാണ്. ഓക്കെ, ഡോട്ടർ കൊടുത്തു. അതിനുശേഷം ബാലൻസ് ഉള്ളത് 20,000 ആണെങ്കിൽ, 20,000 ആണെങ്കിൽ, അതായത് ഡോഗിന് കിട്ടിയത് അതാണെങ്കിൽ നമ്മളുടെ റൈറ്റ് ആൻസർ ആ ഓപ്ഷൻ ആയിരിക്കും. ഇതാണ് സിമ്പിൾ വേ. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അൾട്ടിമേറ്റ്ലി ബാലൻസ് എത്രയായിരിക്കണം? റിമൈനിങ് ആയിട്ടുള്ള 20,000 കിട്ടണം. 20,000 കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് അവർ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ 1,40,000 അപ്ലൈ ചെയ്യാം. 1,40,000ന്റെ പകുതിയാണ് വൈഫിന് കൊടുക്കുന്നത്. അപ്പൊ 70,000 വൈഫിന് കിട്ടുന്നു. റൈറ്റ്, ബാലൻസ് എത്രയുണ്ട്? 70,000 ഉണ്ട്. ആ 70,000ന്റെ 1/7 സണ്ണിന് കൊടുക്കുന്നു. 10,000 അപ്പൊ സണ്ണിന് കിട്ടും. ബാക്കി എത്രയുണ്ട്? 60,000 ഉണ്ട്. ഈ 60,000ന്റെ 2/3 ഡോട്ടർക്ക് പോകുന്നു. 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 into 2 divided by 3 that will be 40,000. 40,000 ഡോട്ടർക്ക് പോകും. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 20,000. We got the right answer. ഓക്കെ, അപ്പോ ഈ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് ഒന്ന് അടുത്തൊരു ഓപ്ഷനും കൂടി അപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്തായാലും നമുക്ക് റൈറ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. രണ്ടാമത് സെയിം വേ നമ്മളൊന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 1 lakh ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നതെങ്കിൽ 50,000 വൈഫിന് കൊടുക്കും. ബാലൻസ് എത്രയുണ്ട്? വീണ്ടും 50,000 ഉണ്ട്. റൈറ്റ്, ഈ 50,000ന്റെ 1/7 ഫ്രാക്ഷൻ വരുന്നു, പോയിന്റ് വരുന്ന ഓപ്ഷൻസ് നമ്മൾ ആദ്യം ചെയ്യേണ്ട, അത് അവസാനത്തേക്ക് വെച്ചേക്കുക. ഓക്കെ, പോയിന്റ് വന്നിട്ടുണ്ട് അവിടെ. 50,000 into 1/7 എന്ന് പറഞ്ഞാൽ പോയിന്റ് വരുന്നുണ്ട്, അത് ചെയ്യേണ്ട. അടുത്തത് 40,000 ആണെങ്കിൽ പകുതി 20,000 വൈഫിന് കൊടുക്കുന്നു, ബാക്കി 20,000 ഉണ്ട്. അഗെയിൻ 1/7 എടുക്കുമ്പോൾ വീണ്ടും പോയിന്റ് വരുന്നുണ്ട്. ആ ഓപ്ഷൻ നമുക്ക് അവസാനം ചെയ്യാൻ വേണ്ടി മാറ്റിയിരിക്കുക. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഓപ്ഷൻ 70,000 ആണെങ്കിൽ പകുതി 35,000 ആണ് വൈഫിന് കൊടുക്കുന്നത്. ബാലൻസ് വീണ്ടും 35,000 ഉണ്ടാവും. ആ 35,000ന്റെ 1/7 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5,000. ദെൻ ബാലൻസ് എത്രയുണ്ട്? 30,000 ഉണ്ട്. ഈ 30,000ന്റെ 2/3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 20,000. 20,000 കിട്ടും. ആൻഡ് ബാലൻസ് 10,000. പെറ്റ് ഡോഗിന് പക്ഷേ കിട്ടിയത് 20,000 ആണ്. സോ ദിസ് ഈസ് നോട്ട് ദി റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് റൈറ്റ് ആൻസർ ഡയറക്ട്ലി ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? ഇവിടെ നമ്മൾ ചെയ്തത് യഥാർത്ഥത്തിൽ തന്നിരിക്കുന്ന ഓരോ പോയിന്റുകളും ഒരു ടേബിളിലേക്ക് കമ്പൈൻ ചെയ്തു. ആ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. Okay, let me move on. അടുത്തൊരു ക്വസ്റ്റ്യൻ. In a class, 3/4 of the students do not know either English or Hindi, but 1/6 of the students know English. How many students know both English and Hindi? If students know Hindi are 1/8 of the total students in the class. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് in a class 3/4 of the students do not know either English or Hindi. ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്തവർ എന്ന് പറയുന്നത് 3/4 ആണ്. ആ ക്ലാസ്സിൽ 3/4 ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ബട്ട് 1/6 of the students know English. ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവരുടെ എണ്ണം തന്നിട്ടുണ്ട്, 1/6 ആണ്. Then how many students know both English and Hindi? If the students know Hindi are 1/8 of the total students in the class. അപ്പോൾ ഹിന്ദി അറിയാവുന്നവർ എണ്ണം തന്നിട്ടുണ്ട്. ഹിന്ദി അറിയാവുന്നവർ
1/8 ആണ്. റൈറ്റ്, മനസ്സിലായല്ലോ? ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്തവർ, ഹിന്ദി ഓർ ഇംഗ്ലീഷ് അറിയാത്തവർ എന്ന് പറയുന്നത് ദോസ് ഹു ഡു നോട്ട് നോ ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 3/4 ആണെങ്കിൽ ഹിന്ദി അറിയാവുന്നവർ പ്ലസ് ഇംഗ്ലീഷ് അറിയാവുന്നവർ പ്ലസ് ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്നവർ, ഇവരുടെ ടോട്ടൽ എത്രയെന്ന് പറയാമോ? എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്തവർ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അറിയാവുന്നവർ എത്ര പേരായിരിക്കും? ടോട്ടലിന്റെ 3/4 ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയില്ല. അപ്പൊ ഏതെങ്കിലും അറിയാവുന്നവർ എത്ര പേരായിരിക്കും? ഗിവ് എ ട്രൈ. ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയാത്തവരാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. അറിയില്ലാത്തത് 3/4 അപ്പൊ അറിയാവുന്നവർ എത്രയായിരിക്കും? ടോട്ടൽ 1 ആണെങ്കിൽ അതിൽ നിന്നും 3/4 മൈനസ് ചെയ്യുക, യു വിൽ ഗെറ്റ് 1/4. ഓക്കെ, 1/4 ഹിന്ദി ഒന്നെങ്കിൽ ഹിന്ദി അറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാം. ഇതിന്റെ ടോട്ടലാണ് 1/4. മനസ്സിലായോ? ഇനി ഞാനത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഹിന്ദി അറിയാവുന്നവർ എത്ര പേരാണ്? ഹിന്ദി അറിയാവുന്നവർ 1/8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/8 എന്ന് ഞാൻ ഇവിടെ എഴുതി. പ്ലസ് ഇംഗ്ലീഷ് അറിയാവുന്നവർ എത്ര പേരാണ്? ഇംഗ്ലീഷ് അറിയാവുന്നവർ 1/6 ആണ്. പ്ലസ് ഇംഗ്ലീഷും ഹിന്ദിയും അറിയാവുന്നവർ അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്, ഹൗ മെനി സ്റ്റുഡൻസ് നോ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ടോട്ടലാണ് 1/4. ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാമെന്ന് കണ്ടുപിടിച്ചൂടെ? ഹൗ ടു ഡു ദാറ്റ്? ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്നവരുടെ എണ്ണം ഇസ് ഈക്വൽ ടു 1/4 മൈനസ് പ്ലസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവുന്നു, 1/8 മൈനസ് 1/6. സോ 4, 8 ആൻഡ് 6 എന്ത് ചെയ്യണം? എൽസിയം കണ്ടുപിടിക്കുക. 4, 8 ആൻഡ് 6 ഇതിന്റെ എൽസിയം എത്രയാണ്? കോമൺ ആയിട്ട് 2 വരും. സോ വിൽ ഗെറ്റ് 2, 4, 3. ഓക്കെ, വീണ്ടും ഒരു 2 എടുക്കാം. വിൽ ഗെറ്റ് 1, 2 and 3. Right. So 2 into 2 that is 4. 4 into 2 8. 8 into 3 that is 24. 24 എന്ന് കിട്ടി. 24 ആകാൻ വേണ്ടി 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട്. 4നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എത്ര കൊണ്ടാണോ അതേ ഫിഗർ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 4 into 6, റൈറ്റ്? 6 ആണ് 24. ആ 6 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6 എഴുതി. ദെൻ 8 24 ആണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 3 കൊണ്ട് നമ്മൾ നോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, യു വിൽ ഗോട്ട് 3. ദെൻ 6 24 ആകണമെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 4 കൊണ്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും അപ്പോൾ? 6 - 7 എന്ന് പറഞ്ഞാൽ -1/24. ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ് ആൻസർ ഈസ് 1/24. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാം. നമ്മൾ ഓരോ സ്റ്റേജുകളായിട്ട് ചിന്തിക്കുക. നമ്മളോട് പറഞ്ഞിരുന്നത് ക്വസ്റ്റ്യൻ പ്രകാരം പറയുന്നത് 3/4 ഓഫ് സ്റ്റുഡൻസിന് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്തവരാണ് 3/4. അപ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാവുന്നവർ എത്രയായിരിക്കും? 3/4 അറിയില്ലെങ്കിൽ ബാക്കിയുള്ള 1/4 അറിയാം. റൈറ്റ്, അങ്ങനെയാണ് 1/4 ഹിന്ദി അറിയാവുന്നവർ, ഇംഗ്ലീഷ് അറിയാവുന്നവർ, ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്നവർ, ഇതിന്റെ ടോട്ടലാണ് ഈ 1/4. അതാണ് ഞാനിവിടെ ഇക്വേഷനായിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഹിന്ദി അറിയാവുന്നവർ, ഇംഗ്ലീഷ് അറിയാവുന്നവർ പ്ലസ് ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്നവർ, ടോട്ടൽ 1/4 ആണ്. ഓക്കെ, ആ ഇക്വേഷൻ സോൾവ് ചെയ്തു. സോ ഹിന്ദിയും ഇംഗ്ലീഷും അറിയാവുന്നവരുടെ എണ്ണം നമുക്ക് വേണം. അതിനുവേണ്ടി 1/8നെയും 1/6നെയും നമ്മൾ ഇക്വേഷൻ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. ആൻഡ് വി ഗോട്ട് -1/24. ഫ്രാക്ഷൻസ് എടുക്കുന്നത് കൊണ്ട് നമുക്കിവിടെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. സോ അതുകൊണ്ട് മൈനസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 1/24 ആണ് റൈറ്റ് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യണേ, അതർവൈസ് ഞാൻ ശ്രദ്ധിച്ചെന്ന് വരില്ല. ക്ലിയർ ആണെങ്കിൽ സേ യെസ്, ക്ലിയർ അല്ലെങ്കിൽ
I will repeat. Okay. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എനിക്ക് തരണം. ക്വസ്റ്റ്യൻ ഇതാണ്: 3/5 of a group of children are girls. If there are 24 girls, then how many children are there in the group? ഒരു ഗ്രൂപ്പിൽ 3/5 ഗേൾസ് ആണ്, ടോട്ടൽ 24 ഗേൾസ് ആണുള്ളതെങ്കിൽ എത്ര ചിൽഡ്രൻ ഉണ്ട്? കണ്ടുപിടിച്ചേ. I'll give you 1 minute. പെട്ടെന്ന് കണ്ടുപിടിക്കൂ. കിട്ടിയോ? ഓക്കെ, നമുക്കിത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. 3/5 എന്ന് പറയുന്നത് 24 ആണെങ്കിൽ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. 3/5 ഓഫ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ആർ ഗേൾസ്. ആ 3/5 എന്ന് പറയുന്നത് 24 ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി 24 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ, യു വിൽ ഗെറ്റ് 5/3. ഓക്കെ, 24 ഇൻറ്റു 5/3 എത്ര വരും? 8. 8 ഇൻറ്റു 5, ദാറ്റ് ഈസ് 40. ഓക്കെ, 40 ആണ് റൈറ്റ് ആൻസർ. ഇത് ഡയറക്റ്റ്ലി തന്നിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ്. 3/5 എന്ന് പറയുന്നത് 24 ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? ജസ്റ്റ് റിവേഴ്സ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ശ്യാം ഹാഡ് 120 teddy bears in his retail store. He sold 2/3 of them at rupees 12 each. How much did he receive? ടോട്ടൽ 120 ടെഡി ബേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 2/3 അദ്ദേഹം 12 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? വേഗം. $120 ടെഡി ബേഴ്സിലെ 2/3 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് 12 റുപ്പീസിന് വിൽക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്യുക ജസ്റ്റ്. യെസ്, 960, റൈറ്റ്? വെരി ഗുഡ്. സോ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ 120 ടെഡി ബേഴ്സ് ഉണ്ടായിരുന്നു, അതിൻ്റെ 2/3 ആണ് അദ്ദേഹം എത്ര രൂപ വിൽക്കുന്നത്? 12 റുപ്പീസിന് വിൽക്കുന്നത്. സോ എത്രയായിരിക്കും ടോട്ടൽ? This will be 4. 6 into 120, that is 900 8 into 120, right? 8 into 120, that is 960. Okay, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ലാർജസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എളുപ്പവഴി ഇതാണ്. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് 5/8, രണ്ട് 9/13 ആൻഡ് മൂന്നാമതായിട്ട് 11/17. ഇതിലേതാണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, ഏതാണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇപ്പോൾ 5/8ഉം അതേപോലെ 9/13 തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഇതിലേതാണ് നമുക്ക് വലുതെന്ന് അറിയണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ നമ്പേഴ്സിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഐ വിൽ ഷോ യു ദാറ്റ്. ഇപ്പോൾ A/B ആൻഡ് C/D എന്നുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് AD കിട്ടുന്നത്, AD എന്ന് പറയുന്ന വാല്യൂ CD-യേക്കാൾ വലുതാണെങ്കിൽ ദാറ്റ് ഷോസ് ഫസ്റ്റ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഫ്രാക്ഷൻ.
AD CD വലുതാണെങ്കിൽ ആദ്യത്തെ ഫ്രാക്ഷൻ വലുതാണ്. ഇനി AD എന്ന് പറയുന്നത് CD ചെറുതാണെങ്കിലോ that shows second fraction is greater. ഓക്കെ, ഇനി ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിലോ രണ്ട് ഫ്രാക്ഷന്റെ വാല്യൂ 1 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ തന്നിരിക്കുന്ന ഫിഗേഴ്സിനെ, തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിനെ AD ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ BC ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണോ കിട്ടുന്നത് ആ ഫിഗേഴ്സിനെ കമ്പയർ ചെയ്യുക. ഇഫ് AD ഈസ് ഗ്രേറ്റർ ദാൻ CD, അതിനർത്ഥം ഫസ്റ്റ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് ഫ്രാക്ഷൻ. ഇഫ് CD is greater than AD, that shows second fraction is greater than first fraction. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇപ്പോൾ 5 into 13 എന്ന് പറഞ്ഞാൽ that will be 65, right? എന്തുപറ്റി? ഓക്കെ, 5 into 13 that will be 65. Then 9 into 8 72. അതിനർത്ഥം എന്താണ്? ആദ്യത്തെ ഫ്രാക്ഷൻ ചെറുതാണ്, രണ്ടാമത്തെ ഫ്രാക്ഷൻ ആണ് ഏറ്റവും വലുത്. കിട്ടിയല്ലോ. ഇപ്പോ സോറി, എഴുതിയത് മാറിപ്പോയതാ. ഫസ്റ്റ് ഫ്രാക്ഷൻ 65 എന്ന് പറയുന്നത് 72-നേക്കാൾ ചെറുതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം അടുത്തത് എടുക്കുക. 5/8 കമ്പയർ 5/8. പിന്നെ ഉള്ളത് 11/17 ആണ്. 11/17 കമ്പയർ ചെയ്യാം. അഗെയിൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. You'll get 5 into 17. 5 into 17 എന്ന് പറഞ്ഞാൽ that is 85, right? 5 into 17, 85. Then 8 into 11, that is 88. ഇപ്പം എന്ത് മനസ്സിലായി? വീണ്ടും സെക്കൻഡ് ഫ്രാക്ഷൻ വലുതാണ് ഫസ്റ്റ് ഫ്രാക്ഷനേക്കാൾ. അതായത് 5/8 വലുതാണ് 11/17 എന്ന് മനസ്സിലായി, റൈറ്റ്? സോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ 5/8 ആണ്. ഏറ്റവും ചെറുത് 5/8. അത് നമ്മളിവിടെ ആദ്യം എഴുതി വയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഇനി 9/13 ആണോ 11/17 ആണോ വലുതെന്ന് അറിയണം. അപ്പോൾ 9/13 11/17 തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം എത്ര കിട്ടും? 9 into 17. 9 into 17 എന്ന് പറഞ്ഞാൽ 153, റൈറ്റ്? ദെൻ 13 into 11, that is 143. അതിനർത്ഥം എന്താണ്? ആദ്യത്തെ ഫ്രാക്ഷൻ ആണ് വലുത്, രണ്ടാമത്തെ ഫ്രാക്ഷൻ ചെറുതാണ്, റൈറ്റ്? സോ 9/13 ഏറ്റവും വലുതാണ്, ഒന്നാമത് വരും. ദെൻ 11/17 രണ്ടാമത് വരും. ആൻഡ് 5/8 ആണ് ഏറ്റവും ചെറുത്, മൂന്നാമത് വരും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ? ഡിസെൻഡിങ് ഓർഡറിലാണ്. സോ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഏതാണ് അപ്പോൾ റൈറ്റ് ആൻസർ? ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിൽ നിന്നും ലോവസ്റ്റിലേക്ക് വരണം. സോ റൈറ്റ് ആൻസർ ഏതാണ്? ഏറ്റവും ഹയസ്റ്റ് വാല്യൂ 9/13, രണ്ടാമത് 11/17, ഏറ്റവും ചെറുത് 5/8. സോ 9/13, 11/17 ആൻഡ് 5/8. തേർഡ് വൺ ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായത്? സോ ഈ രീതിയിൽ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് ഫ്രാക്ഷൻ ആണ് വലുത്, ഏത് ഫ്രാക്ഷൻ ആണ് ചെറുതെന്ന് കണ്ടുപിടിക്കണം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായില്ലെങ്കിൽ അത് പറയൂ പ്ലീസ്. You got it? ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈഫൽ ടവേഴ്സ് 1/5 part is painted bronze. 1/4 of the remaining part is painted maroon. The rest of the Eiffel Tower has golden color. If the height of the golden colored part is 450 meter, then what is the tower's height? നമ്മൾ ആദ്യത്തെ പോലെ തന്നെ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്.
എന്നാൽ നമ്മൾ ഇത് വേറൊരു വഴിയിലൂടെ ചെയ്യുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് എങ്ങനെയായിരുന്നു? നമ്മൾ ഓപ്ഷൻസിലേക്ക് വന്നു, ഓരോ സിറ്റുവേഷനും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഈഫൽ ടവറിന്റെ കേസിൽ 1/5 പാർട്ട് പെയിന്റഡ് ബ്രോൺസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ബ്രോൺസ് പെയിന്റ് ചെയ്ത് എത്രയാണെന്ന് എഴുതും, റൈറ്റ്. രണ്ടാമത്തെ കോളത്തിൽ എത്രയാണ് റിമൈനിങ് എന്ന് എഴുതുന്നു. അതിനുശേഷം 1/4 ഓഫ് ദി റിമൈനിങ് പാർട്ട് വാസ് പെയിന്റഡ് മെറൂൺ, 1/4 കണ്ടുപിടിക്കും, അത് മെറൂൺ എഴുതി. സോ ലൈക്ക് വൈസ് നമ്മൾ ആദ്യം ആ ഫോർച്യൂണിന്റെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേ വേയിൽ തന്നെ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാം. അതിന് പകരം നമ്മൾ ഇത് വേറൊരു വേയിൽ കാണിക്കുന്നു. ജസ്റ്റ് ഐ വിൽ ഷോ യു ദാറ്റ്. പല വഴിയിലൂടെ മാത്സ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാമല്ലോ. അതിൽ വേറൊരു വേ ആണ്. ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഈഫൽ ടവറിന്റെ ടോട്ടൽ ഹൈറ്റിനെ ഞാനൊരു 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നു, റൈറ്റ്. ഓക്കെ, ടോട്ടൽ ഹൈറ്റിനെ ഞാനൊരു 100 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. 100 മീറ്റർ ആയിരുന്നെങ്കിൽ, ഓക്കെ, ക്ലിയർ ആണല്ലോ. 100 മീറ്റർ ആണെങ്കിൽ ബ്രോൺസ് പെയിന്റ് ചെയ്തിരിക്കുന്ന എത്ര ഹൈറ്റ് ആണ്? ബ്രോൺസ് വരുന്നത് 1/5 ആണ്, റൈറ്റ്. സോ 100 × 1/5, 100 × 1/5 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 20 മീറ്റർ. 20 മീറ്റർ ബ്രോൺസ് പെയിന്റഡ് ആണ്. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്, റൈറ്റ്. സോ റിമൈനിങ് പാർട്ടിന്റെ 1/4 ഓഫ് ദി റിമൈനിങ് പാർട്ട് ഈസ് പെയിന്റഡ് മെറൂൺ, റൈറ്റ്. സോ ഇതിന്റെ 1/4 ആണ് മെറൂൺ പെയിന്റ് ചെയ്തിരിക്കുന്നത്. 80യുടെ 1/4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അഗെയിൻ 20. 20 മീറ്റർ ആണ് മെറൂൺ പെയിന്റ് ചെയ്തത്. ബാലൻസ് എത്രയുണ്ട്? 60 മീറ്റർ, റൈറ്റ്. സോ 60 മീറ്റർ എന്നുള്ളതാണ് ബാലൻസ് ഉള്ള പാർട്ട്. അതായത് ദി ഹൈറ്റ് ഓഫ് മെറൂൺ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ പറയുന്നത്? റെസ്റ്റ് ഓഫ് ദി ഈഫൽ ടവർ ഹാസ് ഗോൾഡൻ കളർ. ബാക്കിയുള്ള പാർട്ട് എന്ന് പറയുന്നത് ഗോൾഡൻ കളർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് 60 മീറ്റർ ആണ് ഗോൾഡൻ കളർ കിട്ടിയിരിക്കുന്നത്. ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി ഗോൾഡൻ കളേർഡ് പാർട്ട് ഈസ് 450 മീറ്റർ, അതായത് ഇതാണ് ഗോൾഡൻ കളർ അടിച്ചിരിക്കുന്ന പാർട്ട്, അത് 60 മീറ്റർ ആണ്. നമ്മൾ 100 ടോട്ടൽ എടുത്തപ്പോൾ കിട്ടിയത്. അതിന്റെ യഥാർത്ഥ ഹൈറ്റ് എന്ന് പറയുന്നത് 450 മീറ്റർ ആണ്. ഓക്കെ, അതായത് 60 മീറ്റേഴ്സ് എന്ന് പറയുന്നത് 450 മീറ്റർ ആണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 60 മീറ്റർ 450 മീറ്റർ ആണെങ്കിൽ 100 മീറ്റർ എത്രയായിരിക്കും? 450 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ 1 മീറ്റർ കിട്ടും. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 100 മീറ്റർ കിട്ടും, റൈറ്റ്. സോ യുൽ ഗെറ്റ് എത്ര വരും? ചെയ്തു നോക്കൂ. ഓക്കെ, ട്രൈ ഇറ്റ്. $750 മീറ്റർ കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് രീതി ചെയ്യാമെന്ന് ഓർക്കുക. ആദ്യം നമ്മൾ ചെയ്ത വേയിൽ വേണമെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ഓപ്ഷൻസ് വെച്ചിട്ട് ഓപ്ഷൻസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. അല്ലെങ്കിൽ രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് ഇതാണ്. ടോട്ടൽ ഹൈറ്റ് 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. അതിൽ നിന്നും ഓരോ സിറ്റുവേഷൻസും കുറച്ച് കൊണ്ടുവരാം. ബാലൻസ് വരുന്നതാണ് ഗോൾഡൻ കളേർഡ് പാർട്ട്. അതായത് 450 മീറ്റർ എന്ന് കിട്ടി. ആ 450 മീറ്റർ ഇസ് ഈക്വൽ ടു 60 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 100 മീറ്റർ എത്രയായിരിക്കും? 60 മീറ്റർ 450 ആണെങ്കിൽ 100 മീറ്റർ എന്ന് പറയുന്നത് 450 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100 ആണ്. വിൽ ഗെറ്റ് 750. മനസ്സിലായോ? ചെയ്ത് നോക്കുവാണോ നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യണോ?
ഓക്കെ, മാക്സിമം ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ, അതർവൈസ് വൺ സൈഡഡ് ആയി പോകും ക്ലാസ്. അതിനെനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോ മാക്സിമം ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അടുത്തത് അതേ ഏരിയയിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ഏരിയ കാണാം. സെയിം രീതിയിൽ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക് ഏരിയ ആണ് റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്. ഇവിടെ ഒന്നും നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലൈക്ക് ഒരു എക്സാമ്പിൾ തരുവാണെങ്കിൽ, ദി പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ദി എൽഡർ സൺ. ഓരോ പോയിന്റും നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് ഏജ്, ഫാദറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എൽഡർ സണ്ണിന്റെ ഏജിന്റെ ടോയ്സ് ആണെന്ന് പറഞ്ഞു. 10 years hence, the age of father will be 3 times that of the younger son. 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് യങ്ങർ സണ്ണിന്റെ ഏജിന്റെ 3 ഇരട്ടി ആയിരിക്കും. ഇഫ് ദി ഡിഫറൻസ് ഇൻ ഏജസ് ഓഫ് 2 sons is 15 years, then the present age of father is. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ? നമുക്കിവിടെ 3-4 ക്ലൂ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈഫൽ ടവറിന്റെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്ത പോലെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. സോ അതിൽ ആദ്യം തന്നിരിക്കുന്നത് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ദി എൽഡർ സൺ എന്നാണ്. ഇപ്പോഴത്തെ ഏജ്, ഫാദറിന്റെ ഏജ് എൽഡർ സണ്ണിന്റെ ഏജ് ഇരട്ടിയാണ്. 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് യങ്ങർ സണ്ണിന്റെ ഏജിന്റെ 3 ഇരട്ടിയായിട്ട് മാറും. 2 മക്കളുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് 15 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഫാദറിന്റെ ഏജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കാവോ? ഷാൽ വി ട്രൈ? സി, നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ ഓപ്ഷനും ഫാദറിന്റെ ഏജ് ആണ്, റൈറ്റ്? ഫാദറിന്റെ പ്രസന്റ് ഏജ് ആണ്. ഓക്കെ, ഫാദറിന്റെ പ്രസന്റ് ഏജ് ആയിട്ടുള്ള ഓരോ സിറ്റുവേഷനും നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുന്നു. ഫാദറിന്റെ ഏജ് 110 വയസ്സാണ് ഇപ്പോഴെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രസന്റ് ഏജ് ഓഫ് ദി ഫാദർ ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ദി എൽഡർ സൺ. അപ്പോൾ എൽഡർ സണ്ണിന്റെ എത്രയാണ്? എൽഡർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് ഇതിന്റെ പകുതിയായിരിക്കും, 55 വയസ്സാണ്, റൈറ്റ്? 55 വയസ്സാണ്. ഇനി 10 years hence, the age of father will be 3 times that of the younger son. ഇനി ഈ സിറ്റുവേഷനിൽ നിന്ന് 10 വർഷം കഴിഞ്ഞാൽ, ഓക്കെ, 10 വർഷം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ ആണ്. 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എത്രയാവും? ഇപ്പോൾ ഫാദറിന്റെ ഏജ് 110 ആണ്. 10 വർഷം കഴിഞ്ഞാൽ ഫാദറിന്റെ ഏജ് 120 ആകും. ഫാദറിന്റെ ഏജ് 120 ആകുമ്പോൾ യങ്ങർ സണ്ണിന്റെ ഏജ് എത്രയാവും? ഇതിന്റെ 1/3 ആണ്, റൈറ്റ്? 3 ടൈംസ് ആണ് 120 എന്നാ പറഞ്ഞത്. അപ്പോൾ അതിന്റെ 1/3 എടുത്താൽ മതി. 1/3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 40 years. ഓക്കെ, പിന്നെ നമ്മുടെ അവസാനം പറഞ്ഞിരിക്കുന്ന ക്ലൂ എന്താണ്? ദി ഡിഫറൻസ് ഇൻ ഏജസ് ഓഫ് 2 sons ഈസ് 15 years എന്നാണ്. ശരിയാണോ? 2 മക്കളുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് 15 years ആണോ? അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു പോയിന്റ് ഒരു കാരണവശാലും കാണാതിരിക്കരുത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താ? 10 വർഷം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ ആണ്. 10 വർഷം കഴിഞ്ഞ് ഫാദറിന്റെ ഏജ് 120 ആണ്, യങ്ങർ സണ്ണിന്റെ ഏജ് 40 ആണ്, എൽഡർ സണ്ണിന്റെ ഏജ് എത്രയായിരിക്കും? എൽഡർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 10 വർഷം കഴിഞ്ഞാ, ഇപ്പൊ 55 ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 65 ആയിരിക്കും. ഈ 2 ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 25 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 15, റൈറ്റ്? 15 വയസ്സല്ല ഡിഫറൻസ് വരുന്നത്, 25 ആണ്. സോ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, ഇതേ വേയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അപ്രോച്ച് ചെയ്യാം. 70 years ആണ് എൽഡർ ഫാദറിന്റെ ഏജ് എങ്കിൽ എൽഡർ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് അതിന്റെ പകുതിയാണ്, 35 വയസ്സാണ്, റൈറ്റ്? 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ ഏജ് എത്രയായിട്ട് മാറും? 80 ആയിട്ട് മാറും. 80 ആണെങ്കിൽ യങ്ങർ സണ്ണിന്റെ ഏജ് 80 / 3, അവിടെ പോയിന്റ് വരുന്നുണ്ട്, ഇഗ്നോർ ഇറ്റ്, അവസാനം ചെയ്യാം, റൈറ്റ്? പിന്നെ ഉള്ളത് 60 years ആണെങ്കിൽ, 60 വയസ്സാണ് ഫാദറിന്റെ ഏജ് എങ്കിൽ എൽഡർ സണ്ണിന്റെ ഏജ് അതിന്റെ പകുതിയാണ്, 30 വയസ്സാണ്. ഓക്കെ, 10 വർഷങ്ങൾക്ക് ശേഷം ഫാദറിന്റെ ഏജ് 70 വയസ്സാകും. 70 വയസ്സായി കഴിഞ്ഞാൽ യങ്ങർ സണ്ണിന്റെ ഏജ് 70 / 3 ആണ്. എഗെയിൻ അവിടെ പോയിന്റ് വരുന്നുണ്ട്, ലാസ്റ്റ് ചെയ്യാം. ആൻഡ് ഫൈനലി 50 years ആണെങ്കിൽ എൽഡർ സണ്ണിന്റെ ഏജ് അതിന്റെ പകുതിയാണ്, 25 വയസ്സ്. ഓക്കെ, 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ എത്രയാവും? 50 വയസ്സ് ഇപ്പോഴാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അത് 60 വയസ്സാകും. ഓക്കെ, 60ന്റെ 1/3 ആണ് യങ്ങർ സണ്ണിന്റെ അപ്പോഴത്തെ ഏജ്.
1/3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 20. എൽഡർ സണ്ണിന്റെ ഏജ് എത്രയായിരിക്കും? ഇപ്പൊ 25 10 വർഷം കഴിയുമ്പോൾ 35 ആയിരിക്കും. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ഇയേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ അവസാനം പറഞ്ഞിരിക്കുന്ന 15 മാച്ച് ആവുന്നുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മനസ്സിലായോ ചെയ്തത്? നമ്മൾ ഓരോ കാര്യങ്ങളെയും ഓരോ തന്നിരിക്കുന്ന ഓരോ ക്ലൂവിനെയും നമ്മൾ ഓരോ കോളംസ് ആക്കി അങ്ങ് മാറ്റി. ആദ്യത്തെ ക്ലൂവിൽ പറഞ്ഞിരിക്കുന്നത് ഫാദറിന്റെ ഏജ്, അത് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ എൽഡർ സണ്ണിന്റെ ഏജിന്റെ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പകുതിയാന്ന് പറഞ്ഞു, അത് രണ്ടാമത്തെ കോളമാക്കി മാറ്റി. പിന്നെ 10 വർഷം കഴിഞ്ഞുള്ള സിറ്റുവേഷൻ ആണ്. 10 വർഷം കഴിയുമ്പോൾ ഫാദറിന്റെ എത്രയാവും? 10 വയസ്സ് കൂടും, റൈറ്റ്? 110 ആണെങ്കിൽ 120 മാറും. അപ്പൊ അതിന്റെ 1/3 ആണ് യങ്ങർ സണ്ണിന്റെ ഏജ് 10 വർഷം കഴിയുമ്പോൾ സിറ്റുവേഷൻ. സോ 120 ആണെങ്കിൽ അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 40 ഇയേഴ്സ്. ദെൻ അപ്പോ 10 വർഷം കഴിഞ്ഞ് എൽഡർ സണ്ണിന്റെ ഏജ് എത്രയാന്ന് വീണ്ടും കണ്ടുപിടിക്കണം. സോ ഇപ്പോൾ 55 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 65. ഡിഫറൻസ് 25. ഇക്വേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇക്വേഷൻ ആക്കാതിരിക്കാനാണ് നോക്കുന്നത്. കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്ന ആ കൺസെപ്റ്റിനെ അവിടെ അപ്ലൈ ചെയ്യാം. പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ശരി, അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേ രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. The difference between the ages of two men is 10 years. 15 years ago, the elder one was twice as old as the younger one. The present age of the elder man is. The difference between the ages of two men is 15 years. രണ്ട് മെന്റെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ഇയർ ആണ്. 15 years ago, 15 വർഷങ്ങൾക്ക് മുമ്പ്, the elder one was twice as old as the younger one. അങ്ങനെയാണെങ്കിൽ എൽഡർ വണ്ണിന്റെ ഏജ് എത്രയാണ്? ഇപ്പൊ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പ്രസന്റ് ഏജ് ഓഫ് എൽഡർ മാൻ ആണ്. സോ എൽഡർ മാൻ്റെ ഏജ് ആണ് ഈ കോളത്തിൽ തന്നിരിക്കുന്നത്. അവിടെ നിന്നും എന്താ കണ്ടുപിടിക്കാം? ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഏജസ് ഓഫ് ടു മെൻ ഈസ് 10 ഇയർ ആണല്ലോ. അപ്പോൾ യങ്ങർ വണ്ടി എത്രയായിരിക്കും? യങ്ങേഴ്സ് ഏജ് 25 ആണെങ്കിൽ 10 വയസ്സ് കുറവാണ്. ദാറ്റ് വിൽ ബി 15 ഇയേഴ്സ്, റൈറ്റ്? പിന്നെ ഉള്ളത് 15 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റുവേഷൻ. 15 ഇയേഴ്സ് എഗോ ഏജുകൾ എത്രയായിരിക്കും? 15 വർഷങ്ങൾക്ക് മുമ്പ് എൽഡർ മാൻ്റെ ഏജ് 25 15 പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 10 ഇയേഴ്സ്. ആൻഡ് യങ്ങർ വണ്ണിന്റെ ഏജ് 0. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും 0യുടെ ഇരട്ടി അല്ല ഈ കിട്ടുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എൽഡർ മാൻ, ദി ഏജ് ഓഫ് ദി എൽഡർ വൺ വാസ് ടോയ്സ് ആസ് ഓൾഡ് ഓഫ് ദി യങ്ങർ വൺ. യങ്ങർ വണ്ണിന്റെ ഏജിന്റെ ഇരട്ടി ആയിരുന്നു എൽഡർ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇരട്ടി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. സോ ദിസ് വൺ ഈസ് നോട്ട് ദി റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. 35 ആണെങ്കിൽ യങ്ങർ വണ്ണിന്റെ ഏജ് എത്രയായിരിക്കും? 10 വയസ്സ് കുറവാണ്, 25 ആയിരിക്കും. 15 വർഷങ്ങൾക്ക് മുമ്പുള്ള സിറ്റുവേഷൻ, എൽഡർ വണ്ണിന് 35 ആണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 20 വയസ്സാണ്. യങ്ങർ വണ്ണിന് 25 ആണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 10 വയസ്സാണ്. 10 × 2 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 20, റൈറ്റ്? സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. കിട്ടിയോ? ഇവിടെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യാതെ എന്താണോ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ ഓപ്ഷൻസിലൊന്ന് അപ്ലൈ ചെയ്യുന്നു, ഓരോ ക്ലൂ ആയിട്ട് അപ്ലൈ ചെയ്യുന്നു, ഓരോ കോളം ക്രിയേറ്റ് ചെയ്യുന്നു അതിന് വേണ്ടി. അതിനുശേഷം റൈറ്റ് ആൻസറിലേക്ക് പോകുന്നു. ലെറ്റ് മീ ഷോ യു വൺസ് അഗെയിൻ. സി, ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഒരാൾ സംശയം പറഞ്ഞു. നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് ടു മെൻ, രണ്ടുപേരുടെ ഏജുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 വയസ്സാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് എൽഡർ വൺ വാസ് ടോയ്സ് ആസ് ഓൾഡ് ആസ് ദി യങ്ങർ വൺ. അതായത് യങ്ങർ വണ്ണിന്റെ ഏജിന്റെ ഇരട്ടിയായിരുന്നു 15 വർഷങ്ങൾക്ക് മുമ്പ് എൽഡർ വണ്ണിന്റെ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നും
പെർസെൻറ്റേജ് ഓഫ് എൽഡർമാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് അപ്പോൾ എൽഡർമാന്റെ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ ഇപ്പൊ 25 ആണ് എൽഡർമാന്റെ പെർസെൻറ്റേജ് എങ്കിൽ യങ്ങർ വണ്ണിന്റെ ഏജ് എത്രയാണ്? അവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് നമുക്ക് ആദ്യത്തെ ക്ലൂ തന്നിട്ടുണ്ടല്ലോ, 10 വയസ്സാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 25 നിന്ന് 10 വയസ്സ് പോയി കഴിഞ്ഞാൽ 15 വയസ്സാണ് യങ്ങർ വണ്ണിന്. ഓക്കെ, 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ആദ്യം യങ്ങർ വണ്ണിനെ എഴുതാം. യങ്ങർ വണ്ണിന്റെ ഏജ് 15 വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരിക്കും? 15 നിന്ന് 15 വയസ്സ് പോയി കഴിഞ്ഞാൽ 0, റൈറ്റ്? ദെൻ എൽഡർ വണ്ണിന്റെ ഏജോ? എൽഡർ വണ്ണിന്റെ ഏജ് 25 നിന്നും 15 പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 10. സോ 0 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടുന്നില്ല. സോ ആ ഓപ്ഷൻ തെറ്റാണ്. ബിക്കോസ് അതല്ലേ പറഞ്ഞിരിക്കുന്നത് എൽഡർ വൺ വാസ് ടോയ്സ് ആസ് ഓൾഡ് ആസ് യങ്ങർ വൺ. യങ്ങറിന്റെ ഇരട്ടിയാണോ? അല്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഇതേപോലെ അപ്ലൈ ചെയ്യുക. എൽഡർ മാരേജ് 35 ഇയേഴ്സ് ആണെങ്കിൽ 10 വയസ്സിന്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ യങ്ങർ വണ്ണിന്റെ ഏജ് 25 ഇയേഴ്സ് ആണ്, റൈറ്റ്? 15 വർഷങ്ങൾക്ക് മുമ്പ് യങ്ങർ വൺ എത്രയാണ്? 25 ആണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 10 വയസ്സാണ്. 35 ആണെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 25 വയസ്സാണ്. 20 വയസ്സാണ്, റൈറ്റ്? സോ യങ്ങറിന് 10 വയസ്സ്, എൽഡറിന് 20 വയസ്സ്. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 20 വയസ്സ് കിട്ടുന്നുണ്ടല്ലോ. യങ്ങർ വണ്ണിന്റെ ഏജിന്റെ ഇരട്ടിയാണ് എൽഡർ വണ്ണിന്റെ ഏജ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? പ്ലീസ്, മനസ്സിലായോ? ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകും, അപ്പോൾ ഒന്ന് ചെയ്ത് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ അതേ രീതിയിൽ തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കാണാം. എ മാൻ ഈസ് 30 years older than his son. 5 years ago his age was 6 times the age of his son. The age of his son is. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകനേക്കാൾ 30 വയസ്സ് കൂടുതലാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഏജ് സണ്ണിന്റെ ഏജിന്റെ 6 ഇരട്ടി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ ഏജ് എത്രയാണ്? ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷൻ തന്നിരിക്കുന്ന ആരുടെ ഏജ് ആണ്? സണ്ണിന്റെ ഏജ് ആണ്. സണ്ണിന്റെ ഇപ്പോഴത്തെ ഏജ് ആണ് തന്നിരിക്കുന്നത്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ഏജിനേക്കാൾ 30 വയസ്സ് കൂടുതലല്ലേ? സോ ദാറ്റ് വിൽ ബി 40, റൈറ്റ്? ഇനി 5 years ago, എല്ലാത്തിനും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. 5 years ago ഇവിടെ രണ്ടുപേരുടെ ഏജ് പറയാമോ? സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ് എത്രയായിരിക്കും? ഇപ്പൊ 10 വയസ്സാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് 5 വയസ്സാണ്. ഫാദറിന്റെ ഏജ് 5 വർഷങ്ങൾക്ക് മുമ്പ് 35 വയസ്സാണ്, റൈറ്റ്? ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹിസ് ഏജ് വാസ് 6 times the age of his son. His age was 6 times the age of his son. സണ്ണിന്റെ ഏജിന്റെ 6 ഇരട്ടി ആണോ എന്ന് നോക്കിയാൽ മതി. 6 ഇരട്ടി ആണോ? 6 × 5 ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഓൺലി 35 വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ദി റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഇനി അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കുക. സണ്ണിന്റെ ഏജ് 11 ആണെങ്കിൽ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 30 വയസ്സ് കൂടുതലാണ്, 41 ആയിരിക്കും. ഓക്കെ, 5 വർഷങ്ങൾക്ക് മുമ്പ് സണ്ണിന്റെ ഏജ് 11 ആണെങ്കിൽ സണ്ണിന്റെ ഏജ് 5 വർഷങ്ങൾക്ക് മുമ്പ് 5 മൈനസ് ചെയ്യുക, യു ഗെറ്റ് 6 ഇയർ, റൈറ്റ്? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 41 ആണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് 36 ആണ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? ഈ സണ്ണിന്റെ ഏജിന്റെ ഒപ്പം 6 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫാദറിന്റെ ഏജ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് യുവർ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഹോപ്പ് യു ഫോളോഡ്, റൈറ്റ്? ശരി, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ എ ബാഗ്
there are coins of 5 paise, 10 paise and 25 paise in the ratio of 3:2:1. If there are 60 rupees 60 in all, how many 5 paise coins are there? ഒരു ബാഗിൽ 5 പൈസ കോയിൻ, 10 പൈസ കോയിൻ, 25 പൈസ കോയിൻ, ഇത് 3:2:1 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. ആൻഡ് ടോട്ടൽ 60 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 പൈസയുടെ എത്ര കോയിൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടുപിടിക്കാം. റൈറ്റ്? നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ടല്ലോ. റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ഈ റേഷ്യോയിലാണ് 5 പൈസ, ദെൻ 10 പൈസ ആൻഡ് 25 പൈസ ഉള്ളത്. ഓക്കെ, അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോൻ്റെ ഒപ്പം ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ മീൻസ് വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 ആൻഡ് 25, ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? 20:25 എന്ന് പറഞ്ഞാൽ റേഷ്യോ എത്രയാണ്? ദാറ്റ് ഈസ് 4:5 അല്ലേ? എങ്ങനെ 4:5 എന്ന് കിട്ടിയത്? ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ? 5 എന്ന് പറയുന്ന കോമൺ നമ്പർ കൊണ്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് 4 ഹിയർ. വീണ്ടും ഇവിടെ 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ 4:5 എന്ന് കിട്ടിയത്. ആ ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഫിഗറിലേക്ക് പോകുന്നത്. ആ കോമൺ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും? 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 3x, ദെൻ 2x, ദെൻ 1x. റൈറ്റ്? എക്സ് എന്ന് പറയുന്നതാണ് കോമൺ നമ്പർ. ആ കോമൺ നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ യഥാർത്ഥ നമ്പർ എത്രയെന്ന് അറിയൂ. തന്നിരിക്കുന്ന റേഷ്യോ മാത്രമാണ്. ആ യഥാർത്ഥ നമ്പറിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്കറിയാവുന്നത് എന്താ? ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 60 റുപ്പീസ് ആണ്. പക്ഷെ നമ്മുടെ കോയിൻസ് എല്ലാം പൈസയല്ലേ? അപ്പോൾ 60 നമുക്ക് പൈസയിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര പൈസ എന്ന് പറയാം? ടോട്ടൽ എന്ന് പറയുന്നത് 6000 പൈസയാണ്. കുഴപ്പമില്ലല്ലോ. 60 രൂപയെ നമ്മൾ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ 3x:2x:1x എന്നുള്ള റേഷ്യോയിലാണുള്ളത്. ഏതൊക്കെ പൈസയാണത്? 5 പൈസ 3x എന്നുള്ള റേഷ്യോയിലും, അതായത് 5 × 3x എന്ന റേഷ്യോയിലും. ഓക്കെ, അതേപോലെ 2 × 10x, 10 പൈസ × 2x, 10 പൈസ × 2x, and finally 25 പൈസ × 1x. ഇത് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ 6000 പൈസ കിട്ടിയിട്ടുള്ളത് അല്ലേ? 5 പൈസയുടെ 3x എണ്ണം, ദെൻ 10 പൈസയുടെ 2x, ദെൻ 25 പൈസയുടെ x. ഇത് ആഡ് ചെയ്തപ്പോഴാണ് ടോട്ടൽ 6000 കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്ര കോയിൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ? ചെയ്യാം. So you'll get 5 × 3. 5 × 3 is 15x plus 10 × 2, that is 20x, plus 25x equal to 6000. ഇതാണ് 6000 പൈസ. So 25 plus 20, that is 35. 35 plus 25, that is 60. 60x equal to 6000. Right? So therefore, x equal to 6000 divided by 60. എത്ര വരും? 100. എക്സിന്റെ വാല്യൂ 100 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര 5 പൈസ കോയിൻസ് ഉണ്ടെന്നല്ലേ? 5 പൈസക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കോയിൻസ് ഉണ്ട്? 3x എന്ന് പറയുന്ന കോയിനാണ് ആദ്യം വന്നിരിക്കുന്നത് അല്ലേ? 5 പൈസ is to 10 പൈസ is to 25 പൈസ. അതാണ് 3x is to 25 is to 1x എന്ന് നമ്മൾ എഴുതിയത്. 3x is to 2x is to 1x എന്ന് എഴുതിയത്. റൈറ്റ്? അപ്പൊ 3x എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. 3 × എക്സിന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 100 ആണ്. 3 × 100 യുൽ ഗെറ്റ്. അപ്പൊ 5 പൈസ കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? 300 5 പൈസ കോയിൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൺസെപ്റ്റ് എഴുതി നോക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ 5 പൈസയുടെയും 10 പൈസയുടെയും 25 പൈസയുടെയും റേഷ്യോ വന്നിട്ടുണ്ട്. റേഷ്യോ ആണെങ്കിൽ 3:2:1 എന്നുള്ള റേഷ്യോ ആണെങ്കിൽ ആ റേഷ്യോടൊപ്പം ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് യഥാർത്ഥ ഫിഗറിലേക്ക് പോകുന്നത്. അപ്പോൾ 3 × x
ഈസ് ടു 2 ഇൻറ്റു എക്സ് ഈസ് ടു 1 ഇൻറ്റു എക്സ്. അങ്ങനെ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ എക്സ് എത്രയാണെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60 രൂപയാണ് ടോട്ടൽ ഉള്ളതെങ്കിൽ 5 പൈസയുടെ 3x കോയിൻസ് ഉണ്ട്, ദെൻ 10 പൈസയുടെ 2x കോയിൻസ്, അതേപോലെ 25 പൈസയുടെ 1x കോയിൻസ്. ഇത് എല്ലാം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6000 പൈസ എന്ന് കിട്ടും. അങ്ങനെയാണ് 5 ഇൻറ്റു 3x പ്ലസ് 10 ഇൻറ്റു 2x പ്ലസ് 25 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 6000 പൈസ നമ്മൾ എഴുതിയത്. എന്നിട്ട് അതിനെ സോൾവ് ചെയ്തപ്പോൾ വി ഗോട്ട് എക്സ് എന്ന് പറയുന്നത് 100 ആണെന്ന് മനസ്സിലായി. എക്സ് 100 ആണെങ്കിൽ 5 പൈസയുടെ സ്ഥാനത്ത് 3x ആണുള്ളത്. 5 പൈസ 3x ആണെങ്കിൽ 100 ഇൻറ്റു 3 യുൽ ഗെറ്റ് 300 ആണ് 5 പൈസയുടെ കോയിൻസിന്റെ നമ്പർ. ഓക്കെ ആണോ? മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ പറയണേ. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് കുറച്ച് നാളായതുകൊണ്ടായിരിക്കാം. എനിവേ ആ ഒരു പ്രോസസ്സ്, ആ ഒരു എങ്ങനെയാണ് ചെയ്തു പോകുന്നതെന്നുള്ള ഐഡിയ ഒന്ന് മനസ്സിൽ കയറ്റി വെച്ചേക്കാം കേട്ടോ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 180.50 ഈസ് 36.1? പറയാം, ജസ്റ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മതി, പറഞ്ഞോളൂ. 180.50യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 36.1? Okay. റൈറ്റ്. സോ ജസ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് പിടിച്ചാൽ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നമ്മുടെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഈസി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. ഈസി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പറിന്റെ പെർസെൻറ്റേജ് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാനുള്ള പെർസെൻറ്റേജ് ഏതാ? 1%, 10% കണ്ടുപിടിക്കാം, റൈറ്റ്? 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് അപ്പുറത്തേക്ക് മാറ്റിയാൽ മതി. അതേപോലെ 20% കണ്ടുപിടിക്കാം. 10% കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ 50% കണ്ടുപിടിക്കാം, പകുതി എടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്ന പെർസെൻറ്റേജുകളാണ്. ഇത്തരം പെർസെൻറ്റേജുകളെ ആഡ് ചെയ്ത് യഥാർത്ഥ പെർസെൻറ്റേജുകളിലേക്ക് എത്തിച്ചാൽ മതി. ടൈം സേവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ഡോണ്ട് ഹാവ് എ കാൽക്കുലേറ്റർ. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്കൊരു കാൽക്കുലേറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വേ എന്ന് പറഞ്ഞാൽ ഇത്തരം ഈസി പെർസെൻറ്റേജുകൾ എടുക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലായാലും ഇപ്പോൾ 180.50യുടെ എത്ര പെർസെൻറ്റേജ് ആണ് 36.1 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാം? റൈറ്റ് അവേ കിട്ടുന്നില്ലാത്തവർ എന്ത് ചെയ്യണം? ആദ്യം ഇതിന്റെ 10% എത്രയാന്ന് നോക്കുക. ഇതിന്റെ 10% എത്രയാ? 18.05 എന്ന് കിട്ടി. ഓക്കെ, ആയില്ലല്ലോ, 36.1 ആയിട്ടില്ല. ഒരു 10% കൂടി എടുക്കാം. ഒരു 10% കൂടി എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് 18.05 അഗെയിൻ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. So 5 plus 5 that is 0. You'll get 1 here. Then 18 plus 18 36. 36.10. എത്ര പെർസെൻറ്റേജ് അത്? 10% പ്ലസ് 10%, 20% 36.10 എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അത് വലിയ നമ്പേഴ്സ് വരുമ്പോഴും ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് 30 men can do a piece of work in 27 days, in what time can 18 men do another piece of work that is 3 times bigger? 30 പേർക്ക് ഒരു ജോലി 27 ദിവസം കൊണ്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 18 പേരെ ഉള്ളുവെങ്കിൽ മറ്റൊരു ജോലി, അത് ഈ വർക്കിനേക്കാൾ 3 ഇരട്ടി ബിഗർ ആയിട്ടുള്ള വർക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യും? 30 പേർക്ക് ചെയ്തു തീർക്കാൻ 27 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം?
30 പേര് ഒരു ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ 27 ദിവസം വേണമെങ്കിൽ ഒരാൾ ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 27 ദിവസമാണ് 30 പേർക്ക് വേണ്ടത്. ഒരാളെ ഉള്ളൂ എങ്കിൽ 30 പേരുടെ വർക്ക് അദ്ദേഹം ചെയ്യണ്ടേ? ഇൻറ്റു 30, റൈറ്റ്? ഒരാളെ ഉള്ളെങ്കിൽ 27 ഇൻറ്റു 30 ഡേയ്സ് വേണ്ടി വരും, റൈറ്റ്? പക്ഷെ ഒരാളല്ലല്ലോ, 18 പേരില്ലേ? അതായത് ആ വർക്കിനെ നമുക്ക് 18 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ബൈ 18. 18 പേരുണ്ടെങ്കിൽ ഇത്രയും ദിവസങ്ങൾ വേണം. പക്ഷെ വർക്ക് എന്ന് പറയുന്നത് ആ ഒരു സെയിം ജോബ് അല്ല. ദിസ് ഈസ് 3 times ബിഗർ. ദാറ്റ് മീൻസ് ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 3. ഇതാണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. ഇത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ നോക്കുക. 30 മെന്നിന് ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ വേണ്ടി 27 ഡേയ്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഒരാൾ ചെയ്തു തീർക്കാൻ വേണ്ടി, ഒരാൾക്ക് 27 ഉള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റില്ലല്ലോ. 30 പേര് വന്നിട്ടാണ് 27 ദിവസം കൊണ്ട് പണി ചെയ്തത്. ഒരാളെ ഉള്ളെങ്കിൽ ആ ഓരോ വ്യക്തിയുടെയും വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോ 30 പേരുടെ ജോലി ചെയ്യണം. 27 ഇൻറ്റു 30, റൈറ്റ്? പക്ഷെ ഒരാളല്ലല്ലോ ഉള്ളത്, 18 പേരുണ്ട്. അപ്പൊ ഡിവൈഡ് ബൈ 18. ടോട്ടൽ വർക്കിനെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇൻറ്റു എത്രയാ? 3 times ബിഗർ ആണ് ജോബ്. ഇൻറ്റു 3 എത്ര കിട്ടി? You'll get 6 here. ഇവിടെ ഡിവൈഡ് ചെയ്ത് 5 കിട്ടും. 27 ഇൻറ്റു 5. 5 വെച്ച് എവിടെ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾ ഈ ഫിഗറിന്റെ പകുതി എടുത്താൽ മതി. അതായത് 27ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 13.5 ആണ്. സോ റൈറ്റ് ആൻസർ ഈസ് 135. 135 ഡേയ്സ് ആണ് ഈ ജോബ് ചെയ്തു തരാൻ വേണ്ടി വേണ്ടത്. മനസ്സിലായോ? യെസ്. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. എ സർട്ടൻ സം ഓഫ് മണി ഈസ് ഡിവൈഡഡ് എമംഗ് എ, ബി, സി സച്ച് ദാറ്റ് ഫോർ ഈച്ച് റുപ്പി ഓഫ് എ ബി ഹാസ്, അവിടെ ഒരു ചെറിയ എറർ ഉണ്ട്. ഫോർ ഈച്ച് റുപ്പി ഓഫ് എ ബി ഹാസ് 65 paise ആൻഡ് സി ഹാസ് 40 paise. ഇഫ് സീസ് ഷെയർ ഈസ് ₹8, ഫൈൻഡ് ദി സം ഓഫ് മണി. അതായത് ഒരു സർട്ടൻ സം ഓഫ് മണി എയും ബിയും സിയും ചേർന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അവർക്കിടയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എ ഈസ് ടു ബി ഈസ് ടു സി എന്നുള്ള റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ₹1 എക്ക് കിട്ടിയാൽ, ₹1 എന്ന് പറഞ്ഞാൽ ഞാൻ 100 പൈസ എന്ന് എഴുതുന്നു. 100 പൈസ എക്ക് കിട്ടിക്കഴിഞ്ഞാൽ 65 പൈസയാണ് ബിക്ക് കിട്ടുന്നത്. ദെൻ 40 പൈസയാണ് സിക്ക് കിട്ടുന്നത്. ഇതാണ് അവരുടെ ഇടയിൽ ഷെയർ ചെയ്തിരിക്കുന്ന റേഷ്യോ. റേഷ്യോ എത്രയായിരിക്കും അപ്പോൾ? 100, 65 ആൻഡ് 40. 5 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാലോ. സോ വിൽ ഗെറ്റ് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 50, 13, 8. ഓക്കെ, 50 എന്നാണ് എഴുതിയത്. സോറി, 20 ആണ് ഞാൻ എഴുതിയ മിസ്റ്റേക്ക്. 20:13:8 കിട്ടിയല്ലോ റേഷ്യോ. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്ക് കിട്ടിയിട്ടുള്ളത് ₹8. അങ്ങനെയാണെങ്കിൽ സം ഓഫ് മണി എത്രയാണ്? സോ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ എയുടെ ഷെയർ എത്രയായിരിക്കും? എയുടെ ഷെയർ എന്ന് പറയുന്നത് ഇതല്ലേ, 8. എത്രയിൻ്റെ? ടോട്ടലിന്റെ 8 ഭാഗമാണ് എക്ക് കിട്ടുന്നത്. ടോട്ടൽ അപ്പം എത്രയായിരിക്കും? 20 + 13, ദാറ്റ് ഈസ് 33 + 8, 41, റൈറ്റ്? 41 ആണ്. അതായത് എയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 8/41 ആണ്. ഈ 8/41 എന്നുള്ള തുക അദ്ദേഹത്തിന് കിട്ടിയത് ₹8 ഇസ് ഈക്വൽ ടു ₹8. 8/41 ചെയ്തപ്പോൾ ₹8 കിട്ടി. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ വിൽ ബി 41. ചെയ്യാം. എങ്ങനെയാ? 8 × 41 / 8. ടോട്ടൽ പിടിക്കുന്നത് അങ്ങനെയല്ലേ? ഈ ഫ്രാക്ഷനെ റിവേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ റിവേഴ്സ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു വിൽ ഗെറ്റ് 41. ഇതാണ് ടോട്ടൽ ഉണ്ടായിരുന്ന തുക. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം സ്റ്റെപ്പുകളിലൂടെ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്കും ബിക്കും സിക്കും
ഒരു സർട്ടൻ സം ഓഫ് മണി ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തപ്പോൾ എക്ക് കിട്ടുന്നത് 100 പൈസയാണെങ്കിൽ ബിക്ക് കിട്ടുന്നത് 65 പൈസയും സിക്ക് കിട്ടുന്നത് 40 പൈസയാണെന്നാണ്. അപ്പോൾ 100:65:40. റേഷ്യോ വിൽ ബി 20:13:8. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിക്ക് കിട്ടിയത് 8 രൂപയാണ്. അതായത് 8 ഷെയർ ഉള്ള സിക്ക് കിട്ടിയിരിക്കുന്നത് 8 രൂപയാണെങ്കിൽ ടോട്ടൽ ആയിരിക്കും മണി. ഇപ്പൊ എന്ത് ചെയ്യണം? 8 ഷെയർ എന്ന് പറഞ്ഞാൽ 8 ബൈ ടോട്ടൽ എന്ന് പറയുമ്പോൾ 8/41 ആണ് 8 രൂപ. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 into 41/8 യു വിൽ ഗെറ്റ് 41 എന്നുള്ളതാണ് ടോട്ടൽ സം ഓഫ് മണി. ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് പറയാമോ? ഇൻകം ഓഫ് എ ഈസ് 60% ഓഫ് ഇൻകം ഓഫ് ബി. ഇഫ് ദി ഇൻകം ഓഫ് ബി ഈസ് ₹15,000, then what is the income of A? എയുടെ ഇൻകം എന്ന് പറയുന്നത് ബിയുടെ ഇൻകത്തിന്റെ 60% ആണ്. ദെൻ ബിയുടെ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട് 15,000 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ഇൻകം എത്രയാണ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഓക്കെ, സോ അതിന്റെ 60% എടുത്താൽ മതി. 60% എടുക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുക. അതായത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്ന എന്തൊക്കെയാന്ന് നോക്കുക. അതായത് ഇപ്പോൾ 15,000 ആണ് ടോട്ടൽ മണി. അതിന്റെ 60% വെച്ചിരിക്കുന്നത് 15 into 60 ചെയ്താലും മതി. 15 into 6 ചെയ്ത് കഴിഞ്ഞാൽ 90 എന്ന് കിട്ടും. റൈറ്റ്, 15 into 6 ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 60% പകരം എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം 50% എടുക്കുക. 50% എന്ന് പറഞ്ഞാൽ 15,000 പകുതിയാണ്. ദാറ്റ് വിൽ ബി 7,500. ദെൻ 10% കൂടി ആഡ് ചെയ്യുക. ഒരു പോയിന്റ് മാറ്റിയാൽ മതി, യു ഗെറ്റ് 1,500. ഇങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയും എളുപ്പമുള്ള പ്രോബ്ലത്തിലല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഫ്രാക്ഷൻ ഉപയോഗിച്ച്, ഇപ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കില്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്തരം മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ഇൻകം ഓഫ് എക്സ് ഈസ് 25% മോർ ദാൻ ഇൻകം ഓഫ് വൈ, കാൽക്കുലേറ്റ് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഇൻകം ഓഫ് വൈ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻകം ഓഫ് എക്സ്. എക്സിന്റെ ഇൻകം ഓഫ് എക്സ് ഈസ് 25% മോർ ദാൻ ഇൻകം ഓഫ് വൈ. വൈയുടെ ഇൻകത്തേക്കാൾ 25% കൂടുതലാണ്. കാൽക്കുലേറ്റ് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഇൻകം ഓഫ് വൈ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻകം ഓഫ് എക്സ്. വൈയുടെ ഇൻകം അങ്ങനെയാണെങ്കിൽ എക്സിന്റെ ഇൻകത്തേക്കാൾ എത്ര ശതമാനം കുറവാണ്? കണ്ടുപിടിക്കും. സെയിം ആയിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? 25% തന്നെ അല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? %25 തന്നെ അല്ല കേട്ടോ. അപ്പോൾ വേറെ ഏതൊരു പെർസെൻറ്റേജ് ആണ്? കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. ബിക്കോസ് രണ്ട് സിറ്റുവേഷനിലും ബേസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻകം ഓഫ് എക്സ്
ഈസ് 25% മോർ ദാൻ ഇൻകം ഓഫ് വൈ. അവിടെ വൈയുടെ ഇൻകത്തെ വെച്ചുകൊണ്ടാണ് എക്സിന്റെ ഇൻകം പറഞ്ഞത്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ വൈയുടെ ഇൻകം എക്സിന്റെ ഇൻകത്തേക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ്. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് എക്സിന്റെ ഇൻകമാണ്. രണ്ടാണ്. സോ എന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരുടെയെങ്കിലും ഒരാളുടെ ഇൻകം 100 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഇൻകം ഓഫ് എക്സ് ഈസ് 25% മോർ ദാൻ ഇൻകം ഓഫ് വൈ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈയുടെ ഇൻകം, ഇഫ് വൈസ് ഇൻകം ഈസ് 100, വൈയുടെ ഇൻകം 100 ആണെങ്കിൽ എക്സിന്റെ ഇൻകം എത്രയായിരിക്കും? എക്സിന്റെ ഇൻകം എന്ന് പറയുന്നത് 100നേക്കാൾ 25% കൂടുതലാണ്, 125 ആയിരിക്കും. റൈറ്റ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഇൻകം ഓഫ് വൈ ഈസ് ലെസ് ദാൻ ഇൻകം ഓഫ് എക്സ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻകം ഓഫ് വൈ എക്സിന്റെ ഇൻകത്തേക്കാൾ കുറവുള്ളതെന്നാണ്. അതിന്റെ ഡിഫറൻസ് എത്രയാ? അപ്പോൾ 25 ഡിഫറൻസ് വരുന്നത് രണ്ടുപേരുടെ ഇൻകത്തിന്റെ. ബേസ് ഏതാണ്? എക്സിന്റെ ഇൻകത്തേക്കാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ ഇൻകമാണ് ബേസ് ഇൻറ്റു 100. ഓക്കെ, മനസ്സിലായോ? നമുക്കിവിടെ വൈയുടെ ഇൻകവും എക്സിന്റെ ഇൻകവും അറിയാം. ചോദിച്ചിരിക്കുന്നത് വൈയുടെ ഇൻകം എക്സിന്റെ ഇൻകത്തേക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ്. സോറി, രണ്ടിന്റെ ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ 25. ആ 25 ഡിവൈഡഡ് ബൈ എക്സിന്റെ ഇൻകം. എക്സിന്റെ ഇൻകം അവിടെ ബേസ് ആയിട്ട് വരുന്നത്, വൈയുടെ ഇൻകം അല്ല. എക്സിന്റെ ഇൻകം ബേസ് ആയിട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് 125 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25ഉം 125ഉം ഡിവൈഡ് ചെയ്യാം, യു വിൽ ഗെറ്റ് 5 ഹിയർ. 500ൽ 20 ടൈംസ് പോകും. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, 20%. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ an examination, a student scored 50% of maximum marks, yet failed by 15 marks. If he had scored 10% more than what he scored, then he would have just managed to get the pass percentage. What is the maximum marks for the paper? എക്സാമിനേഷന് സ്റ്റുഡൻറ് 50% മാർക്ക് സ്കോർ ചെയ്തു, എന്നിട്ടും 15 മാർക്കിന് ഫെയിലായി. പോയിന്റുകൾ ഓർക്കുക കേട്ടോ. ഇഫ് ഹി ഹാഡ് സ്കോർഡ് 10% മാർക്സ് മോർ ദാൻ വാട്ട് ഹി സ്കോർഡ്, അദ്ദേഹം സ്കോർ ചെയ്ത ആ മാർക്കിനേക്കാൾ 10% മാർക്ക് കൂടുതൽ വാങ്ങിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പാസ് പെർസെൻറ്റേജ് കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് പാസ് പെർസെൻറ്റേജ്? പാസ് പെർസെൻറ്റേജ് അല്ല, എത്രയാണ് ടോട്ടൽ മാർക്ക് എന്ന് കണ്ടുപിടിക്കാവോ? എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓപ്ഷൻസിൽ അങ്ങ് അപ്ലൈ ചെയ്യാം. അതായത് ടോട്ടൽ മാർക്സ് ആണ് ഈ തന്നിരിക്കുന്നത്, മാക്സിമം മാർക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 200 ആണെങ്കിൽ സ്റ്റുഡന്റ് എത്രയാ സ്കോർ ചെയ്തത്? സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് അതിന്റെ 50%. സോ 200ന്റെ 50% ദാറ്റ് വിൽ ബി 100, റൈറ്റ്? Yet he failed by 15 marks. 100 സ്കോർ ചെയ്തപ്പോഴും ഫെയിൽ ചെയ്തത് ഫെയിൽഡ് ബൈ 15 മാർക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പാസ് ആവേണ്ടത് എത്ര മാർക്കിനായിരുന്നു? പാസ് മാർക്ക് എത്രയായിരുന്നു? 100 സ്കോർ ചെയ്തിട്ട് 15 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ 115 ആയിരിക്കണം, റൈറ്റ്? അപ്പൊ അദ്ദേഹം സ്കോർ, പിന്നെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ഹി ഹാഡ് സ്കോർഡ് 10% മോർ ദാൻ വാട്ട് ഹി സ്കോർഡ്, ദെൻ ഹി വുഡ് ജസ്റ്റ് മാനേജ് ടു ഗെറ്റ് ദി പാസ് മാർക്ക്. അതായത് അദ്ദേഹം സ്കോർ ചെയ്തതിനേക്കാൾ 10% കൂടുതൽ സ്കോർ ചെയ്തിരുന്നെങ്കിൽ പാസ് മാർക്ക് കിട്ടിയേനെ. കിട്ടൂ. 100ന്റെ 10% എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 10%, ദാറ്റ് ഈസ് 10. 110 ആകുന്നുള്ളൂ, പാസ് മാർക്ക് കിട്ടില്ല. സോ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. പോയിന്റ് ആയിട്ട് പറയാം, ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്തത് തന്നിരിക്കുന്നത് ടോട്ടൽ മാക്സിമം മാർക്സ് ആണ്. മാക്സിമം മാർക്ക് 200 ആണെങ്കിൽ സ്റ്റുഡന്റ് സ്കോർ ചെയ്തത്
പകുതിയാണ് വി ഗോട്ട് 100. പകുതി മാർക്ക് സ്കോർ ചെയ്തപ്പോഴും അദ്ദേഹം 15 മാർക്കിന് തോറ്റുപോയി. അങ്ങനെയാണെങ്കിൽ പാസ് മാർക്ക് എത്രയാ? സ്കോർ ചെയ്തു, ഇത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു, എന്നിട്ടും 15 മാർക്ക് തോറ്റു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതിനേക്കാളും 15 മാർക്ക് കൂടി സ്കോർ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ പാസ്സായെന്നല്ലേ? സോ പാസ് മാർക്ക് എന്ന് പറയുന്നത് 115 ആണ്. അങ്ങനെയാണെങ്കിൽ സിറ്റുവേഷൻ ഒന്നുകൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. സ്കോർ ചെയ്ത മാർക്കിനേക്കാൾ 10% കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസ് മാർക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. സ്കോർ ചെയ്ത മാർക്ക് 100 ആണ്, അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. 100 + 10 ചെയ്യുമ്പോൾ 110 കിട്ടുന്നുള്ളൂ, 115 കിട്ടുന്നില്ല. സോ ആ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ഒന്നുകൂടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 300 ആണ് പാസ് മാർക്ക് എങ്കിൽ, സോറി മാക്സിമം മാർക്ക് എങ്കിൽ, അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്ന അതിന്റെ പകുതിയാണ് 150. ഇറ്റ് ഫെയിൽഡ് ബൈ 15 എന്ന് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. 15 തോറ്റു. അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻ വെച്ച് പാസ് മാർക്ക് എത്രയായിരിക്കണം? 150-നൊപ്പം 15 കൂടി ആഡ് ചെയ്യുക, 165 ആയിരിക്കണം പാസ് മാർക്ക്, റൈറ്റ്? അപ്പോൾ എന്നിട്ട് നോക്കുക, അദ്ദേഹം സ്കോർ ചെയ്ത മാർക്കും 150, അതിൻ്റെ ഒപ്പം 10% കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, 10% എന്ന് പറഞ്ഞാൽ 15 ആണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫിഗർ കിട്ടുന്നുണ്ടോ നോക്കുക. വിൽ ഗെറ്റ് 165, റൈറ്റ്? സോ ഇത് മാച്ച് ആവുന്നുണ്ട്. മാച്ച് ആയി കഴിഞ്ഞാൽ അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, മാച്ച് ആയി കഴിഞ്ഞാൽ തീർന്നു, അതാണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ വേണമെങ്കിൽ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. 150 ആണ് ടോട്ടൽ മാർക്ക് എങ്കിൽ സ്റ്റുഡൻറ് സ്കോർ ചെയ്തിരിക്കുന്നത് 75 ആണ്. എന്നിട്ടും അദ്ദേഹം 15 മാർക്കിന് ഫെയിലായി. അതിനർത്ഥം പാസ് മാർക്ക് അപ്പോൾ വരേണ്ടത് 90 ആണ്. സ്കോർ ചെയ്ത മാർക്ക് 75 ആണ്, അതിൻ്റെ 10% 7.5 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 82.5 കിട്ടുന്നുള്ളൂ, 90 കിട്ടുന്നില്ല. സോ ഇത് തെറ്റാണ്, റൈറ്റ്? അതേപോലെ 100 ആയിരുന്നെങ്കിൽ സ്കോർ ചെയ്തിരിക്കുന്ന 50 ആയിരിക്കും, 15 ആഡ് ചെയ്യുന്നു, 65 പാസ് മാർക്ക് വരണം. 50, അതിന്റെ 10% ആഡ് ചെയ്യുമ്പോൾ 5, 55 കിട്ടുന്നുള്ളൂ. സോ അതും മാച്ച് ആകുന്നില്ല. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാവോ? ഇൻ എ ബാസ്കറ്റ് ഓഫ് ഫ്രൂട്ട്സ് 60% ആർ മാംഗോസ് ആൻഡ് റിമൈനിങ് ആർ ആപ്പിൾസ്. ഇൻ ദാറ്റ് 25% of apples are green and rest are red. Of the mangoes, 80% are red and rest are green. What percentage of green fruits are mangoes? ഒന്ന് ചെയ്തു നോക്കി. ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ 60% മാംഗോസ് ആണ്, ബാക്കിയുള്ളത് ആപ്പിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ടോട്ടൽ ഫ്രൂട്ട്സ് 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക, റൈറ്റ്? ടോട്ടൽ ഫ്രൂട്ട്സ് 100 ആണെങ്കിൽ എത്ര മാംഗോ ഉണ്ട്? 60%, 60 മാംഗോ ഉണ്ട്. ബാക്കി എത്ര ആപ്പിൾ ഉണ്ട്? 40 ആപ്പിൾ ഉണ്ട്. ഈ 40 ആപ്പിളിൽ 25% ഗ്രീൻ ആണ്, ബാക്കിയുള്ള റെഡ് ആണ്. ദെൻ 60 മാംഗോയിൽ 80% റെഡ് ആണ്, ബാക്കി ഗ്രീൻ ആണ്. ഇത്രയും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എത്രയാണ് ഗ്രീൻ ഫ്രൂട്ട്സ്, എത്രയാണ് റെഡ് എന്നുള്ള അറിയാലോ. അതിനുശേഷം എന്ത് ചെയ്യണം? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ് ആർ മാംഗോസ് കണ്ടുപിടിച്ചാൽ മതി. ചെയ്തു നോക്കൂ. കിട്ടിയോ?
ഓക്കെ, ഓരോ സ്റ്റെപ്പായിട്ടൊന്ന് ചിന്തിച്ച് ടോട്ടൽ ഫ്രൂട്ട്സ്, ടോട്ടലിനെ നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതിൽ 60% ആർ മാംഗോസ്. അപ്പൊ മാംഗോ എത്രയുണ്ട്? മാംഗോ 60 എണ്ണം ഉണ്ട്. ദെൻ റിമൈനിങ് ആർ ആപ്പിൾസ്. ആപ്പിൾ 40 എണ്ണം ഉണ്ട്. റൈറ്റ്. ദെൻ ഇൻ ദാറ്റ് 25% ഓഫ് ആപ്പിൾസ് ആർ ഗ്രീൻ. ആപ്പിളിൽ ഗ്രീൻ അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഓക്കെ, ആപ്പിളില് ഗ്രീൻ എന്ന് പറയുന്നത് 40യുടെ 25% ആണെന്ന് പറഞ്ഞാൽ 40 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് 10. ഗ്രീൻ 10 എണ്ണം, 25% കണ്ടുപിടിക്കുക, യു വിൽ ഗെറ്റ് 10. ദെൻ ബാക്കിയുള്ളത് റെഡ് ആണ്. റെഡ് എത്ര എണ്ണം? അപ്പോൾ ബാക്കി 30 എണ്ണം റെഡ് ആണ്. ഓക്കെ, അതേപോലെ മാംഗോയിൽ 80% ആർ റെഡ്. സോ റെഡ് 80% ആണ്. 6 48, 48 എണ്ണം റെഡ് ആണ്. ബാക്കിയുള്ള 12 എണ്ണം ഗ്രീൻ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗ്രീൻ ഫ്രൂട്ട്സ് ആർ മാംഗോസ്? സോ എത്ര പെർസെൻറ്റേജ് ഗ്രീൻ ഫ്രൂട്ട്സ് മാംഗോസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഗ്രീൻ ഫ്രൂട്ട്സ് എത്രയാ? മാംഗോസ് 12 എണ്ണം, ദെൻ ആപ്പിൾ 10 എണ്ണം. ടോട്ടൽ ഗ്രീൻ എന്ന് പറയുന്നത് 22 ആണ്. അതിൽ മാംഗോ 12 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ പെർസെൻറ്റേജ് എത്രയാന്ന് മാത്രമാണ്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 12 ഡിവൈഡഡ് ബൈ 22. 12 ഡിവൈഡ് ബൈ 22 എന്ന് പറയുമ്പോൾ വിൽ ഗെറ്റ് 54.5. ഓക്കെ, സോ ഈ രീതിയിൽ പ്രോബ്ലംസ് ചെയ്യുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയ ഏകദേശം ഒരു ഐഡിയ കിട്ടി വിചാരിച്ചു. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേറ്റ സഫിഷ്യൻസിയിൽ വേറെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ലൈക്ക് ദിസ് വൺ. ആർട്ടിഫിഷ്യൽ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സി, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ കാണാറുണ്ട്. ഹിയർ ആർ സം വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, ആ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജിൽ നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. ലൈക്ക് ഗോർബിൾ ഫ്ലോർ മീൻസ് ഫാൻ ബെൽറ്റ്. പിക്സൻ ഗോർബിൾ വിച്ച് മീൻസ് സീലിംഗ് ഫാൻ. ആർച്ചുസൽ വിച്ച് മീൻസ് ടൈൽ റൂഫ്. വിച്ച് വേർഡ് കുഡ് മീൻ സീലിംഗ് ടൈൽ? ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സീലിംഗ് ടൈൽ എന്ന് പറയുന്ന അപ്പോൾ ഏത് വേർഡ് ആയിരിക്കാം എന്ന് കണ്ടുപിടിക്കണം. റൈറ്റ്. സോ ഓരോ സിറ്റുവേഷനായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഗോർബ് ഫ്ലൂർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഫാൻ ബെൽറ്റ് എന്നാണ്. ദെൻ സീലിംഗ് ഫാൻ. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഫാൻ കാണാം. റൈറ്റ്, കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഫാൻ ആണ്. അപ്പോൾ എന്ത് നോക്കണം? കോഡിൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് എന്താ നോക്കണം. കോഡിൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ? GORBL എന്നുള്ളത് രണ്ടിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഈ വേർഡിന്റെ GORBL എന്നുള്ള വേർഡിന്റെ അർത്ഥമാണ് ഫാൻ. ഓക്കെ, അതിനുശേഷം നോക്കുക, നമുക്ക് വേണ്ടത് സീലിംഗ് ടൈലാണ്. റൈറ്റ്, സീലിംഗ് ടൈൽ. സീലിംഗ് ടൈൽ എന്ന് പറയുമ്പോൾ സീലിംഗ് ഇവിടെ ഉണ്ടല്ലോ. സീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ PIXN ആണ്. ഓക്കെ, ടൈലോ PIXN. ടൈൽ ഇസ് നോട്ട് ദെയർ. നമുക്ക് അതിനകത്ത് ടൈൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഓപ്ഷൻസിൽ നോക്കുക. നമ്മളോട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വേർഡുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം ടൈൽ കണ്ടുപിടിക്കുക. സോ PIXN എന്ന് പറയുന്നത് സീലിംഗ് ടൈലാണ്. സീലിംഗ് എന്ന് പറയുന്ന വേർഡ് നമ്മളുടെ കോഡിൽ ആദ്യം വന്നിരിക്കുന്നതാണ്. അപ്പൊ PIXN ആദ്യം വരുന്ന വേർഡാണ് നമുക്ക് വേണ്ടത്. PIXN ആദ്യം വരുന്നത് ഒരു ഓപ്ഷന് മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. അപ്പൊ അതിന്റെ പൊസിഷൻ നോക്കുക.
സി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഫാൻ ബെൽറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഫാനിന്റെ വേർഡ് ആ ഗോർബിൾ എന്ന് പറയുന്ന ആദ്യം വന്നിട്ടുണ്ട്. ദെൻ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞപ്പോൾ ഫാനിന്റെ വേർഡ് രണ്ടാമതും വന്നിട്ടുണ്ട്. സോ ഫാൻ ആദ്യം വന്നപ്പോൾ കോഡിലും ആദ്യമാണ്, അതേപോലെ അവസാനം വന്നപ്പോൾ കോഡിലും അവസാനമാണ്. അപ്പോൾ സീലിംഗിനെ ഡിനോട്ട് ചെയ്യുന്നത് PIXL ആണ്. അപ്പോൾ ആദ്യം വേർഡ് വരുന്നു, കോഡിലും ആദ്യം തന്നെ വരണം. അപ്പോൾ അത് വെച്ചുകൊണ്ട് സീലിംഗ് ടൈൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? PIXN എന്നുള്ളതാണ് കിട്ടുന്നത്. ബിക്കോസ് ആ ARTH ടൈൽ ഈസ് ഓൾറെഡി ദെയർ, റൈറ്റ്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ടൈൽ റൂഫ് ഇവിടെ ഉണ്ട് ഓൾറെഡി. ടൈൽ എന്ന് പറഞ്ഞാൽ ARTH ആണ്. സോ PIXN ARTH, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയെ എന്താണ് തന്നിരിക്കുന്നത്, കോഡിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക, അതിനൊന്ന് മാച്ച് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് കണ്ടുപിടിക്കാമോ? ഹിയർ ആർ സം വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. Haplish means cloud burst. Shrenkoch, which means pinball. Rasbo Shrench means 9 pin. Which word could mean cloud 9? അങ്ങനെയാണെങ്കിൽ cloud 9 എന്നുള്ള വേർഡ് ഏതായിരിക്കും? കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. കിട്ടിയോ? ഓക്കെ, ഡി എന്ന ആൻസർ കിട്ടി അല്ലേ? വെരി ഗുഡ്. സി, അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ് വേർഡിന്റെ പൊസിഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലൗഡ് 9 ആണ്. സോ 9 ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് 9 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിൻ ബോളും 9 പിന്നും ഉണ്ട്. സോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വേർഡിന്റെ പൊസിഷൻ നോക്കുക. സ്ട്രെങ്ക് എന്നുള്ളതാണ് സ്ട്രെഞ്ച് എന്നുള്ളത് പിന്നാണ്, റൈറ്റ്? സോ പിൻ ഒഴിവാക്കി കഴിഞ്ഞാൽ 9 എന്ന് പറയുന്ന അപ്പോൾ റെസ്ബോ ആകും. റെസ്ബോ ആണ് 9. സോ ക്ലൗഡ് എന്ന് പറയുന്ന അപ്പോൾ എവിടെയായിരിക്കും? ഇതേ പൊസിഷൻ വെച്ചുകൊണ്ട് ആദ്യമാണ് ക്ലൗഡ് വരേണ്ടത്. സോ ഹാപ്പൽ റെസ്പോ എന്ന് പറയുന്ന ആൻസർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ. ഹിയർ ആർ സം വേർഡ്സ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ആൻ ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ്. Agnoscrania means poisonous spider. Delanoscrania, which means a poisonous snake. Agnosderi, which means brown spider. അങ്ങനെയാണെങ്കിൽ which word could mean black widow spider? കണ്ടുപിടിക്കാവോ നോക്കി.
സി. ഓക്കെ. ശരി, നമുക്ക് നോക്കാം. സി, പോയിസണസ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ യു ക്യാൻ സേ അഗ്നോസ്ക്രേനിയ. ക്രേനിയ എന്ന് പറയുന്ന വേർഡാണ് രണ്ടിടത്ത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പോയിസണസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ക്രേനിയ. അതായത് ആദ്യത്തെ വേർഡിന് പാരലായിട്ട് എൻഡിലാണ് കോഡ് വന്നിരിക്കുന്നത്. മുമ്പത്തേത് വ്യത്യസ്തമായിട്ട് ആദ്യത്തേതിന്റെ കോഡ് വന്നിരിക്കുന്നത് എൻഡിലാണ്. അപ്പോൾ സ്പൈഡർ എന്ന് പറഞ്ഞാൽ അത് ആഗ്നോസ് ആയിരിക്കും. സ്നേക്ക് എന്ന് പറഞ്ഞാൽ അത് ഡെലേനോ ആയിരിക്കും. ദെൻ ബ്രൗൺ സ്പൈഡർ. ബ്രൗൺ സ്പൈഡർ എന്ന് പറയുമ്പോൾ സ്പൈഡറിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആഗ്നോസ് ആണ് സ്പൈഡർ എന്ന്, റൈറ്റ്. ദെൻ ഡിയറി എന്ന് പറയുന്നത് ബ്രൗൺ ആണ്. ഇത്രയും നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് വിഡോ സ്പൈഡർ എന്നാണ്. ബ്ലാക്കിന്റെ പറ്റി ഒരു കോഡ് ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. സ്പൈഡറിന്റെ കോഡ് നമുക്കറിയാം. ഓക്കെ, സ്പൈഡറിന്റെ കോഡ് എടുക്കണമെങ്കിൽ അപ്പൊ സ്പൈഡർ എവിടെ വരണം? എൻഡിലാണ് വന്നിരിക്കുന്നതെങ്കിൽ കോഡിൽ അത് ആദ്യം വരണം. അപ്പൊ ആഗ്നോ എന്ന് പറയുന്നത് വേർഡ് ആദ്യം വന്നിരിക്കുന്ന 2 സിറ്റുവേഷൻസ് ഉണ്ട്. ആഗ്നോസ് ഡെലേനോ ഉണ്ട്, ആഗ്നോസ് വെഡ്രിബ്ലനിൻ എന്ന് പറയുന്ന വേർഡും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഡെലേനോ ആണോ വെഡ്രിബ്ലിൻ ആണോ ഓൾറെഡി തന്നിരിക്കുന്നത് നോക്കുക. സി, ഡെലേനോ ഈസ് ഓൾറെഡി ദർ. ഡെലേനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേക്ക് ആണ്. സോ ദാറ്റ് ഈസ് നോട്ട് സ്പൈഡർ. അപ്പൊ ഡെലേനോ അല്ല. റൈറ്റ് ആൻസർ ഈസ് ആഗ്നസ് വെഡ്രിബ്ലനിൻ. ഇതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? പൊസിഷൻസ് നോക്കുക കേട്ടോ. പൊസിഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി കുറെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ഇൻഫിനിറ്റ് മീൻ സൈസ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ്? ഇൻഫിനിറ്റ് സൈസ് ആണെങ്കിൽ ഇൻഡെഫിനിറ്റ് എന്തിനെ ഡിനോട്ട് ചെയ്യും? ഓക്കെ, ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷേപ്പിനെയാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത്. ആ രീതിയിൽ നമുക്ക് പറയാം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് കോഡ് റിലേറ്റഡ് പ്രോബ്ലം ആണ്. കോഡ് റിലേറ്റഡ് പ്രോബ്ലംസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയാൽ മതി. ഇഫ് സിസ്റ്റം ഈസ് റിട്ടൺ ആസ് സിസ്മെറ്റ്, നിയറർ ഈസ് റിട്ടൺ ആസ് സംതിങ്, ദെൻ ഫ്രാക്ഷൻ വിൽ ബി കോൾഡ് ആസ്. എങ്ങനെയാ കോഡ് ചെയ്തതെന്ന് ഒന്ന് പറയാമോ? ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന അതേ ലെറ്റേഴ്സ് തന്നെയാണോ ഉള്ളതെന്ന് നോക്കുക. സെയിം ലെറ്റേഴ്സ് തന്നെയാണോ ഉള്ളത്, റൈറ്റ്? ഓക്കെ, 2 പാർട്ടായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആദ്യത്തെ പാർട്ടിൽ NEA, നിയറിന്റെ NEA എടുക്കുന്നു, അത് നേരെ തിരിച്ചെഴുതുന്നു. ദെൻ രണ്ടാമത്തെ പാർട്ടിൽ RER, അത് നേരെ തിരിച്ചെഴുതുന്നു, RER. ദെൻ അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? ആദ്യത്തെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, രണ്ടാമത്തെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം CARF. ഓക്കെ, പിന്നെ NOIT. ഇതാണ് നമ്മളുടെ കോഡ്. CARFNOIT. ദാറ്റ് ഈസ് ഓപ്ഷൻ A. മനസ്സിലായോ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇവിടെ തന്നിരിക്കുന്നതിലേ ആക്ച്വലി ചെയ്തിരിക്കുന്ന ചേഞ്ച് നോക്കിയാൽ മതി നിങ്ങൾ. അതായത് 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് തേർഡ് ലെറ്ററിനെ മാത്രം ഫസ്റ്റ് ലെറ്ററിലേക്കും ഫസ്റ്റ് ലെറ്ററിനെ തേർഡ് ലെറ്ററിലേക്കും വന്നിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് പാർട്ടിലും ഫസ്റ്റ് ലെറ്റർ തേർഡിലേക്ക് പോവും, തേർഡ് ലെറ്റർ ഫസ്റ്റ് ലെറ്ററിലേക്ക് വരും. ഇത് തന്നെയാണ് സെക്കൻഡ് ഇതിൽ നോക്കുക. നിയറിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. A ആദ്യം വന്നു, N മൂന്നാമത് പോയി. പിന്നെ 6 സെയിം ആയതുകൊണ്ട് 6 വന്നു, റൈറ്റ്?
അതിനുവേണ്ടിയാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക, 2 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യുക. സോ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ഈ ഒരു ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡിലും ഈ ഒരു ഓർഡറിൽ എഴുതുക. ഓക്കെ ആണോ? ഒക്കെ നമ്മൾ കുറെ പറഞ്ഞതാണ് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇഫ് W മീൻസ് ഡിവൈഡഡ് ബൈ, X മീൻസ് പ്ലസ്, Y മീൻസ് മൈനസ് ആൻഡ് Z മീൻസ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ 28 Z 3Y 4 into 4X X ഉണ്ട്, ഓൾറെഡി ഉണ്ട്, 12W 6. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ജസ്റ്റ് അത് എഴുതി വയ്ക്കുക. എങ്ങനെയാണ്? 28 ഇൻറ്റു Z. Z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Z മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, ഇൻറ്റു എഴുതുക. ദെൻ 3Y, Y മീൻസ് മൈനസ്. അത് കഴിഞ്ഞ 4X, X മീൻസ് പ്ലസ്. Then 12W, W means divided by 6. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുക. ബോഡ്മാസ് റൂൾസ് പ്രകാരം ആദ്യം ഏത് ചെയ്യണം, രണ്ടാമത് ഏത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് ചെയ്തേ. ആദ്യം ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് ചെയ്യുക, പിന്നെ സ്ക്വയർ ഓർഡർ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക, ദെൻ ഡിവിഷൻ ആദ്യം ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്സ്ട്രാക്ഷൻ. ദാറ്റ് ഈസ് ദി ഓർഡർ. അപ്പോൾ ആദ്യം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യുക, ദെൻ അഡിഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ എങ്ങനെ ചെയ്യാം? 28 ഇൻറ്റു 3 ചെയ്യാം, 12 ഡിവൈഡ് ബൈ 6ഉം ചെയ്യാം. ഓക്കെ, 84 മൈനസ് 4 പ്ലസ് 12 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2. ഓക്കെ, സോ 84, 80 പ്ലസ് 2, ദാറ്റ് ഈസ് 82. ആ റൂള്, ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക, അതിനുശേഷം പ്ലസ് ചെയ്യുക, ദെൻ മൈനസ് ചെയ്യുക. ഓക്കെ, അത് ഓക്കെ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ബ്രാക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻസിലേക്ക് വരിക, ദെൻ അവസാനം അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഓക്കെ, ഇനി ചില ഫിഗേഴ്സ് തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എനിക്കിത് വായിച്ചു തരാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ ആൻസർ മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. ഷേപ്സ് ആണ്. ആ ഷേപ്പ് മിസ്സായിട്ടുള്ളത് ഏത് ഷേപ്പാണ്? ഏത് ഷേപ്പാണ്? ഓക്കെ, സി, ആദ്യം ഇവിടെ ഇ ടൈപ്പ് ആയിരുന്നു ഫസ്റ്റും എൻഡിലും, അത് എം ടൈപ്പിലേക്ക് മാറുന്നു, വീണ്ടും ഇ ടൈപ്പിലേക്ക് മാറുന്നു, ദെൻ ഡബ്ല്യൂയിലേക്ക് മാറി, റൈറ്റ്? സോ അതെങ്ങനെയാണ് മാറുന്നതെന്നുള്ളത് ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നടുക്കത്തെ ഫിഗേഴ്സ് എങ്ങനെ മാറും? നടുക്കത്തത് ആദ്യം എം ആയിരുന്നു, രണ്ടാമത് എം ആണ്, മൂന്നാമത് ഡബ്ല്യു ടൈപ്പായി. അപ്പോൾ നാലാമത് അത് എങ്ങനെയായിരിക്കും? 2 തവണ എം ആയിരുന്നു, മൂന്നാമത് ഡബ്ല്യു ആയി, നാലാമതും അത് ഡബ്ല്യു ആയിരിക്കണം, റൈറ്റ്? ആ ഷേപ്പ് കണ്ടിന്യൂ ചെയ്യണം. സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇതോ?
ഏതാണ് മിസ്സിംഗ് ഫിഗർ? ഓക്കെ, ദാറ്റ്സ് എ. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യം ട്രയാങ്കിൾ ആയിരുന്നു, ദെൻ അത് സ്ക്വയർ ആവുന്നു, ദെൻ സർക്കിളായി, അടുത്തത് ഡയമണ്ട് ആണ്. അപ്പോൾ ഇവിടെയും ഡയമണ്ട് തന്നെ വരണം. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇതോ? ആൻസർ? നിങ്ങൾ എ ആണോ ആൻസർ പറയുന്നത് അതോ കഴിഞ്ഞാണോ? ഓക്കെ, സി ഇതെങ്ങനെ പൊസിഷൻ മാറിയിരിക്കുന്നത്? ഈ ഒരു ആർക്ക് ടൈപ്പ് ആദ്യം ഇവിടെ വരുന്നു, ദെൻ അവിടെ നിന്നും ഈ പൊസിഷനിലേക്ക് മാറുന്നു, പിന്നെ മുകളിലേക്ക് വരുന്നു അല്ലേ, പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു, പിന്നെ വീണ്ടും താഴേക്ക് വരുന്നു. ഈ ഒരു ഓർഡറിലാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് മുകളിൽ, ദെൻ ഫോർത്ത് മുകളിൽ, ദെൻ വീണ്ടും താഴേക്ക് എത്തുന്നു, പിന്നെ ഇവിടെ, പിന്നെ മുകളിലേക്ക് എത്തുന്നു, മുകളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അടുത്ത എവിടെയായിരിക്കണം? അടുത്ത എവിടെയായിരിക്കണം? റൈറ്റ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ യാ സി, ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ ഇവിടെ വരുന്നത് അല്ലേ. അതായത് ആദ്യം ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു, രണ്ടാമത് നടുക്കേക്ക് മാറുന്നു, മൂന്നാമത്തേൽ വീണ്ടും പഴയ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ നാലാമത്തേൽ എങ്ങനെ വരണം? സർക്കിൾ ആയിരിക്കണം, ക്രോസ് ആയിരിക്കണം, ദെൻ പോയിന്റ് നടുക്ക് വരണം. ഓക്കെ, റൈറ്റ് ആൻസർ ഈസ് സെക്കൻഡ് വൺ. അടുത്തത് യെസ്. ഓക്കെ, ആദ്യത്തേതിൽ അകത്ത് ഇതില്ല, രണ്ടാമത്തേൽ വന്നപ്പോൾ അകത്തൊരു ഷേപ്പ് വന്നിട്ടുണ്ട്, ആൻഡ് മൂന്നാമത്തേൽ അത് മിസ്സിംഗ് ആണ്. അപ്പോൾ നാലാമത്തേൽ അത് എങ്ങനെയായിരിക്കണം? അത് അതേ പൊസിഷനിൽ തന്നെ വരണം. റൈറ്റ്, ഇങ്ങനെ വരണം. അതായത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പോൾ ഇതോ? എ ബി സി ഡി, ഡി ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യൂ. സോറി, ഏതാണ് ഫോർത്ത് വൺ? ഷേപ്പ് നോക്കൂ. ആദ്യത്തെ ട്രയാങ്കിൾ ഷേപ്പാണ്, ഉള്ളിൽ ഒരു ട്രയാങ്കിൾ തന്നെ വന്നിരിക്കുന്നു, ക്രോസ് ചെയ്തുകൊണ്ടൊരു വര. ദെൻ രണ്ടാമത്തേതിൽ സ്ക്വയർ ഷേപ്പ് വന്നിട്ടുണ്ട്, അതിനുള്ളിലും പാരലൽ ഒരു സ്ക്വയർ വരുന്നു, ക്രോസ് ചെയ്തുകൊണ്ട് രണ്ട് വരെയും ഇടയ്ക്ക് മാർക്കിങ്ങും ഉണ്ട്. മൂന്നാമത്തത് എന്താണ്? 5 ഷേപ്പ്, 5 സൈഡ് വരുന്ന ഫിഗർ വന്നിട്ടുണ്ട്. ദെൻ അതിനകത്ത് നടുക്കൊരു ലൈൻ മാത്രം, ആദ്യത്തേത് പോലെ. അപ്പോൾ അടുത്ത എന്തായിരിക്കണം? അടുത്തതിനകത്ത് ഒരു സൈഡും കൂടി കൂടണം. റൈറ്റ്, ഒരു സൈഡും കൂടി കൂടണം. ആൻഡ് പൊസിഷൻ നോക്കുക കൃത്യമായിട്ട്. സി, ഒരു സൈഡ് കൂടി, അതിനുശേഷം നടുക്ക് 2 ലൈൻ വരുന്നുണ്ട്, ആ 2 ലൈനിലും ക്രോസ് മാർക്ക് ഉണ്ട്. ആ 2 ലൈൻ എന്ന് പറയുന്നത് ആ ഇന്നർ ഫിഗറിന് ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ്. ഇവിടെ അങ്ങനെയല്ലേ?
ഇന്നർ ഫിഗറിന് ഉള്ളിൽ നിൽക്കുന്ന രീതിയിലാണ്. അതേപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്, അറേഞ്ച്മെന്റിൽ നിന്നും. അതായത് there are 5 race horses, Abruzzi, Abnagi, Absinde, Achen and AJ Cook, that finished a race not necessary in the sequence. നമുക്കവിടെ ഈ പറയുന്ന 5 റേസ് ഹോഴ്സസിനെ പറ്റി പറയുന്നു. ഇവ ഫിനിഷ് ചെയ്ത ഒരു ഓർഡർ ഉണ്ട്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. അബ്രൂസി ഫിനിഷ്ഡ് 2 പൊസിഷൻസ് ബിഫോർ അബ്നാക്കി. AJ Cook finished after Achen but not immediately before Absinde. Absinde followed Abruzzi and finished 4th. അപ്പോൾ ഇത്രയും ഹോഴ്സിന്റെ ഈ 5 പൊസിഷൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഫോർ ദാറ്റ് നമുക്ക് 1, 2, 3, 4, 5 പൊസിഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലൂ പറയുന്നത് അബ്രൂസി ഫിനിഷ്ഡ് 2 പൊസിഷൻസ് ബിഫോർ അബ്നാക്കി എന്നാണ്. അപ്പോൾ അബ്നാക്കിയുടെ തൊട്ട് മുമ്പുള്ള പൊസിഷൻ, അതിനു മുമ്പാണ് ആര് വരുന്നത്? അബ്രൂസി വരുന്നത്. ഓക്കെ, സോ അബ്നാക്കിക്ക് മുമ്പ്, അതിനു മുമ്പ്, അപ്പൊ 2 പൊസിഷൻ മുമ്പാണല്ലോ, അവിടെയാണ് അബ്രൂസി വരുന്നത്. അടുത്തത് AJ Cook ഫിനിഷ്ഡ് ആഫ്റ്റർ ആച്ചൻ ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബിഫോർ അബ്സിന്റെ. ഓക്കെ, AJ Cook ആച്ചൻ കഴിഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പൊ ആച്ചൻ നമ്മൾ എഴുതുന്നു, ആച്ചന് ശേഷം AJ Cook വരും. അതിനെ ഫോളോ ചെയ്ത് വരുന്നത് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബിഫോർ അബ്സിന്റെ. അതായത് ഇതിനെ ഫോളോ ചെയ്ത് വരുന്നത് അബ്സിന്റെ അല്ല, അബ്സിന്റെ അത് കഴിഞ്ഞായിരിക്കും വരിക. ഓക്കെ, സോ ആച്ചൻ കഴിഞ്ഞിട്ട് AJ Cook കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, അതിന് ശേഷമാണ് അബ്സിന്റെ വരുന്നതെന്ന് പറഞ്ഞു. ഇനി അബ്സിന്റെ ഫോളോഡ് അബ്രൂസി ആൻഡ് ഫിനിഷ്ഡ് 4th. അപ്പൊ അബ്രൂസിയുടെ പൊസിഷൻ നമുക്ക് ഇവിടെ അറിയാം. അപ്പൊ അബ്സിന്റെ 4th ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്സിന്റെ നമുക്ക് 4th പൊസിഷനിൽ എഴുതാം. ഓക്കെ, അബ്സിന്റെ ആരുടെ ഫോളോ ചെയ്ത് വന്നത്? അബ്രൂസിയെ ഫോളോ ചെയ്തിട്ടാണ്. അപ്പൊ അബ്രൂസിയാണ് 3rd പൊസിഷൻ. അബ്രൂസി 3rd ആണെങ്കിൽ അബ്രൂസിയുടെ 2 പൊസിഷൻ കഴിയുമ്പോൾ അബ്നാക്കിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ അബ്നാക്കി എഴുതാം. ഓക്കെ, ദെൻ ആച്ചൻ ആൻഡ് AJ Cook, അവരുടെ ഓർഡർ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആച്ചൻ ഇവിടെ എഴുതുന്നു, AJ Cook ഇവിടെ എഴുതുന്നു. സോ 5 പേരുടെയും പൊസിഷൻ കിട്ടിയല്ലോ. ഇനി നമ്മൾ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് നോക്കി. ഈ പൊസിഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ്. വിച്ച് ഹോഴ്സ് കം സെക്കൻഡ് ഇൻ ദി റേസ്? സെക്കൻഡ് എത്തിയിരിക്കുന്ന ആരാ? AJ Cook ആണ് സെക്കൻഡ് എത്തിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പൊസിഷൻസ് ഇൻ ദി റേസ് ആർ ഇന്റർചേഞ്ച്ഡ്, ഹു ഫിനിഷ്ഡ് ലാസ്റ്റ്? സി, ഫസ്റ്റ് പൊസിഷനും ലാസ്റ്റ് പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ആരാ ലാസ്റ്റ് എത്തുക? ഫസ്റ്റ് പൊസിഷനിൽ എത്തിയ ആള് ലാസ്റ്റ് എത്തും. സോ ആച്ചനാണ് ലാസ്റ്റ് എത്താൻ പോകുന്നത്. റൈറ്റ് ആൻസർ ഈസ് ആച്ചൻ. ഓക്കെ, ഇഫ് ദർ ഈസ് അനദർ ഹോഴ്സ് ആരോൺ ദാറ്റ് ഫിനിഷ്ഡ് സെക്കൻഡ് ഇൻ ദി റേസ്, വാട്ട് വിൽ ബി ദി പൊസിഷൻ ഓഫ് ആച്ചൻ? ഓക്കെ, ഒരു അഡീഷണൽ ഹോഴ്സ് വരുന്നു, ആരോൺ എന്ന് പറഞ്ഞ ഹോഴ്സ്. ആ ആരോൺ 2ാമത് ഫിനിഷ് ചെയ്യുന്നു. ഇപ്പോൾ AJ Cookനും ആച്ചനും ഇടയിൽ ആരോൺ വരുന്നുണ്ട്, റൈറ്റ്? അപ്പൊ ആരോൺ 2ാമത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ആരുടെ പൊസിഷനാ? ആച്ചന്റെ പൊസിഷനാണ്. ആച്ചൻ അപ്പോഴും ഫസ്റ്റ് തന്നെയല്ലേ, ആച്ചന്റെ പൊസിഷനിൽ മാറ്റം വരില്ല. ആച്ചൻ ഫസ്റ്റ് തന്നെ നിൽക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്തത്, ഇഫ് ദി പൊസിഷൻസ് ആർ റിവേഴ്സ്ഡ് ആഫ്റ്റർ അനദർ ഹോഴ്സ് അമ്പൽ ഫിനിഷിംഗ് 5th ഇൻ ദി റേസ്, which of the following horses finishes 4th? ഓക്കെ, പൊസിഷൻസ് റിവേഴ്സ് ചെയ്യുകയാണ്. ഒരു ഹോഴ്സ് കൂടി വരുന്നുണ്ട്, 5th ഫിനിഷ് ചെയ്ത ഒരു ഹോഴ്സ്, അത് അമ്പലാണ്. ഓക്കെ, അമ്പൽ 5th ഫിനിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു അമ്പലിനെ കൂടി ആഡ് ചെയ്തിട്ട്, ബാക്കി ഇതിനിടയിൽ ആഡ് ചെയ്തവരൊക്കെ മാറ്റി കളഞ്ഞേക്കാം, അവരൊന്നും വേണ്ട ഇനി നമുക്ക്. ഇപ്പോൾ അമ്പലിനെ ആഡ് ചെയ്തിട്ട്
അംബന് 5th പൊസിഷനിലെത്തി. ഓക്കെ, അബ്നാക്കി അപ്പോൾ 6th പൊസിഷനിലെത്തി. റൈറ്റ്, ഇൻ ബിറ്റ്വീൻ ഒരാൾ വന്നു എന്ന് മാത്രം. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് പൊസിഷൻസ് ആർ റിവേഴ്സ്ഡ് ആഫ്റ്റർ അനദർ ഹോഴ്സ്, അമ്പൽ ഫിനിഷ്ഡ് 5th ഇൻ ദി റേസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോഴ്സ് ഫിനിഷസ് 4th? റിവേഴ്സ് ഓർഡറിൽ എഴുതാം. 4th ഫിനിഷ് ചെയ്യുന്ന ആരാണ്? അബ്നാക്കി 1ാമതെത്തും, അമ്പൽ 2ാമതെത്തും, അബ്സിന്റെ 3ാമതെത്തും, 4ാമതെത്താൻ പോകുന്ന അപ്പോൾ അബ്രൂസിയാണ്. റിവേഴ്സ് ഓർഡറിൽ വരുമ്പോൾ ആരായിരിക്കും വരുന്നത്? അത് അബ്രൂസി ആയിരിക്കും. ഓക്കെ, സോ അബ്രൂസിയാണ് റൈറ്റ് ആൻസർ. ഇനി ഇഫ് ദി പൊസിഷൻ ഓഫ് ദി മിഡിൽ ഹോഴ്സ് റിമെയിൻ അൺചേഞ്ച്ഡ് ആൻഡ് ടോപ്പ് ആൻഡ് ബോട്ടം പെയർ ഓഫ് ഹോഴ്സസ് ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, വിച്ച് ഹോഴ്സ് ഫിനിഷ് 4th ഇൻ ദി റേസ്? ഓക്കെ, മിഡിൽ ഹോഴ്സ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇടയ്ക്ക് ആഡ് ചെയ്തവരൊക്കെ മാറ്റി കളഞ്ഞേക്കാട്ടോ, അവരെ നമുക്ക് ആവശ്യമില്ല. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. സോ 5 ഹോഴ്സുകൾ. ഇതിൽ മിഡിൽ ഹോഴ്സ് പൊസിഷൻ അതേപടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബാക്കി 2 ഹോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറുവാണ്. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദി പൊസിഷൻസ് ഓഫ് മിഡിൽ ഹോഴ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആൻഡ് ദി ടോപ്പ് ആൻഡ് ബോട്ടം പെയർ ഓഫ് ഹോഴ്സസ് ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ, വിച്ച് ഹോഴ്സ് ഫിനിഷ് 4th ഇൻ ദി റേസ്? അപ്പോൾ ടോപ്പും ബോട്ടം പെയർ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ പെയറിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. റൈറ്റ്, അപ്പോൾ 1ാമത് ആര് വരും? AJ കുക്ക് വരും, 2ാമത് ആച്ചൻ വരും, 3ാമത് അബ്രൂസി വരും, 4ാമത് അബ്നാക്കി ആൻഡ് ലാസ്റ്റ് അബ്സിന്റെ. നമ്മൾ വെച്ചിരിക്കുന്നത് 4ാമത് എത്തിയിരിക്കുന്ന ആരാന്നല്ലേ? 4ാമത് എത്തിയിരിക്കുന്ന ആരാണ്? അബ്നാക്കി ആയിരിക്കും. ഓക്കെ, സോ വാട്ട് ആൻ ഐഡിയ? ഇത്തരം ക്വസ്റ്റ്യൻസ് വരും. എങ്ങനെയാ ചെയ്യേണ്ടത്? ഐഡിയ ആയോ? ഓരോ ക്വസ്റ്റ്യനും ഇത് ആദ്യം ആ ഒരു ഓർഡർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി ഭാരം കുറയും. ഓർഡർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത്രയും മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. സോ ഓർഡറിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്, തെറ്റിപ്പോകരുത്. എന്നിട്ട് അവർ പറയുന്ന അനുസരിച്ച് ആ ഓർഡറിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി കാണാം ആ ഏരിയയിൽ. എ സ്പോർട്സ് മീറ്റ് ഈസ് ബീങ് ഓർഗനൈസ്ഡ് ബൈ AVN സ്കൂൾ. For the event, 7 players from the school have been nominated. All these 7 attend the event is not necessary. Out of this, P, Q and R are players of football and T, U, V and W are players of squash. At least 2 football players should attend the meeting. Q and T cannot attend the meeting together. R cannot attend the meet with W and T and V cannot attend the meet together. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടേതായ ഒരു സൈഡ് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്തൊക്കെയാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വയ്ക്കുക. സോ 7 പ്ലേയേഴ്സ് സ്കൂളിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ 7 പ്ലേയേഴ്സിൽ PQR ഇവർ 3 പേരും ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്. സോ P, Q and R ഇവരാണ് ഫുട്ബോളേഴ്സ്. റൈറ്റ്, ദെൻ അടുത്തത് ആൻഡ് TUV ആൻഡ് W. TUVW ഇവര് സ്ക്വാഷ് ആണ് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 ഫുട്ബോൾ പ്ലേയേഴ്സ് ഷുഡ് അറ്റൻഡ് ദി മീറ്റിംഗ്. അപ്പൊ മിനിമം 2 ഈ ഫുട്ബോളേഴ്സിൽ നിന്നും മിനിമം 2 ഉണ്ടായിരിക്കണം. റൈറ്റ്, Q ആൻഡ് T cannot attend the meet together. Qന്റെ ഒപ്പം T വരില്ല. റൈറ്റ്, ആൻഡ് R cannot attend the meeting with W. ആറും Wയും ഒരുമിച്ച് വരില്ല. Then and T and V cannot attend the meeting together. Tയും Vയും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യില്ല. ഇത്രയുമാണ് നമുക്കുള്ള ഇൻഫർമേഷൻ. അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് നോക്കുക. If V is selected and Q is rejected, then which 4 players will attend the meet? V സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, Q റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ V സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന എന്താ?
വി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ടി വരില്ല. സോ ടി വരാൻ പാടില്ല. ടി ഉള്ള ഓപ്ഷൻസ് ഒഴിവാക്കിയോ? ടി ഉള്ള 2 ഓപ്ഷൻസ് ഇവിടെ നമ്മൾ ഒഴിവാക്കി. ഓക്കെ. ആൻഡ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? 2 ക്യൂ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫുട്ബോൾ പ്ലേയേഴ്സ് എന്തായാലും വേണം. അതായത് പിയും ആറും വരണം. സോ പിയും ആറും വരുന്ന ഓപ്ഷൻസ് എടുക്കൂ. തന്നിരിക്കുന്നതിൽ പിയും ആറും യുവും വിയും ഉണ്ട്, റൈറ്റ്? ദെൻ പിയും ആറും വിയും ഡബ്ല്യു ഉണ്ട്. ഇതിൽ ആർക്കാണ് ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത്? നോക്കി, ഡബ്ല്യുവും ആറും ഒരുമിച്ച് വരില്ല, ഡബ്ല്യുവും ആറും ഒരുമിച്ച് വരില്ല. സോ തേർഡ് ഓപ്ഷൻ പോസിബിൾ അല്ല. പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ബി മാത്രമാണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ ഓരോ എന്തൊക്കെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വി സെലക്ടഡ് ആൻഡ് ക്യൂ ഇസ് റിജക്റ്റഡ് എന്നാണ്. അപ്പൊ വി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരൊക്കെ വരാൻ പറ്റില്ല? വി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടി വരില്ല. അപ്പൊ ടി ഇല്ല, ടി ഉള്ള ഓപ്ഷൻസ് എല്ലാം ഒഴിവാക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്യൂ റിജക്റ്റ്, ക്യൂവിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ക്യൂവിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ 2 ഫുട്ബോളേഴ്സ് എന്തായാലും വേണം. അപ്പൊ പിയും ആറും വേണം. പിയും ആറും ഉറപ്പായിട്ടും വരും, വിയും വരും. പിയും ആറും വിയും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും വരുമ്പോൾ ഒപ്പം നിൽക്കാൻ പറ്റാതെ ആർക്കാ നോക്കുക? 6 വരുവാണെങ്കിൽ ഡബ്ല്യു ഉണ്ടാവില്ല. സോ 6 വന്നിട്ടുണ്ട്. അപ്പൊ ഡബ്ല്യു ഇല്ലാത്ത ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ ആൻസർ ബി ആണ്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ആ ഏരിയയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നേരത്തെ കണ്ടതുപോലെ 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇഫ് ക്യൂ ഇസ് സെലക്ടഡ് ആൻഡ് വി ഇസ് റിജക്റ്റഡ്, then which of the following is the correct group of players attending the meet? ക്യൂ സെലക്ട് ചെയ്തിട്ടുണ്ട്, വി റിജക്റ്റ് ചെയ്തു. അപ്പൊ ക്യൂ ഉണ്ട്. ക്യൂ ഉണ്ടെങ്കിൽ ടി വരാൻ പറ്റില്ല. കണ്ടീഷൻ അതാണല്ലോ. ക്യൂ ഉണ്ടെങ്കിൽ ടി വരില്ല. അപ്പൊ ക്യൂ ഉണ്ട്, ടിയും വരുന്ന ഓപ്ഷൻസ് ഒഴിവാക്കുക. ക്യൂ ഇസ് സെലക്ടഡ്, റൈറ്റ്? ക്യൂ ഇസ് സെലക്ടഡ്. അപ്പൊ ടിയുടെ ഓപ്ഷൻസ് ഒഴിവാക്കുക. പിന്നെ 2 ഉള്ളത് പി ക്യൂ ആർ ആൻഡ് ഡബ്ല്യു. പി ക്യൂ ആർ ആൻഡ് യു. സോ ക്യൂ വരുമ്പോൾ ടി വരാൻ പറ്റില്ല, ആറും ഡബ്ല്യൂയും ഒരുമിച്ച് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആറും ഡബ്ല്യൂയും ഉള്ള ഓപ്ഷൻ ഒഴിവാക്കുക. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പൊ ഇത് എലിമിനേറ്റ് ചെയ്താൽ മതി. ഏതൊക്കെയാണോ തെറ്റായിട്ട് വരുന്നത് അതൊക്കെ എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ആൻസറിലേക്ക് എത്താം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ഓൾ ദി 3 പ്ലേയേഴ്സ് ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ സെലക്ടഡ്, then how many combinations of 4 members can attend the meet? 3 ഫുട്ബോൾ പ്ലേയേഴ്സും സെലക്ട് ചെയ്യണമെങ്കിൽ, അതായത് പിയും ക്യൂവും ആറും സെലക്ട് ചെയ്തു. പിയും ക്യൂവും ആറിനെയും സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂവിൻ്റെ ഒപ്പം ടി വരില്ല, ടിക്ക് വരാൻ പറ്റില്ല. ദെൻ ആറിൻ്റെ ഒപ്പം ഡബ്ല്യുവിന് വരാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഉള്ളത് യുവും വിയും ആണ്. അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? യുവും വിയുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. അപ്പോൾ ഒന്നെങ്കിൽ പി ക്യു ആർ യു വരാം, ദെൻ പി ക്യു ആർ വി വരാം. 2 കോമ്പിനേഷൻ മാത്രമേ പിന്നെ പോസിബിൾ ഉള്ളൂ. ഓക്കെ. അപ്പോൾ 2 കോമ്പിനേഷനാണ് പോസിബിൾ ഉള്ളതെന്നാണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതിനെല്ലാം നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഏകദേശം കുറച്ച് ടോപ്പിക് ഏരിയാസ് ഒക്കെ നമ്മൾ ഈ ഏരിയയിൽ പറഞ്ഞു. ആൻഡ് ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ. ഓക്കെ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കൂടുതൽ MCQs ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അതിനുശേഷം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളിൽ ചോദിക്കുക. They will let me know. Okay. So thank you everyone. Thank you for your time here. Thank you all. All the best for your examination. Bye. Thank you so much, sir. Thank you everyone. നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം നന്നായിട്ട് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ.
നാളത്തെ സെഷന് കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു സർ.